ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം പ്രതി യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കട്ടെ. ഈ ചാനലിലൂടെ കടന്നു വരുന്നതായ ജീവിതാനുഭവങ്ങൾ പ്രിയ കേൾവിക്കാർക്ക് അനുഗ്രഹമാകുന്നു എന്ന് നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ഞങ്ങൾക്ക് അറിയുവാൻ കഴിയുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അവിടെവിടങ്ങളിൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം നമ്മളോട് ഒന്നിച്ച് ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ പൊന്നച്ചൻ ജോർജ് ഫ്രം ആസാമിൽ നിന്നാണ്. കർത്താവിന്റെ ദാസനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യും. ക്ഷേമമായിരിക്കുന്ന പാസ്റ്റേ? ഓക്കെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്തൃവൃത്തിനെയാണ് ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ദീർഘവർഷങ്ങൾ ഏതാണ്ട് 30ഓളം വർഷം ആസാമിന്റെ പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അതിന്റെ നോർത്ത് ഇന്ത്യൻ പ്രവർത്തനം ഏകദേശം 37ഓളം വർഷം നോർത്ത് ഇന്ത്യയുടെ പ്രദേശത്ത് കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ദൈവഭക്തനെയാണ് നമുക്ക് ഇന്ന് ലഭ്യമായത്. ആസാമിന്റെ പ്രദേശത്ത് തന്നെ കർത്തൃഭൃത്യൻ ഏതാണ്ട് 30ഓളം വർഷം വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. തന്നിലൂടെ കർത്താവ് അനേക കാര്യങ്ങൾ ആ ദേശത്ത് ചെയ്തെടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം അതെല്ലാം ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഒരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്വർഗസ്വനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ കൃതിനെ ഞങ്ങൾക്ക് ലഭ്യമായത് ഓർത്ത് സ്തോത്രം. ദീർഘവർഷങ്ങൾ നോർത്തിൻ്റെ മണ്ണില് കർത്താവിന് വേണ്ടി നിലകൊണ്ട പ്രിയവൃത്തിലൂടെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങളും ദൈവവചനങ്ങളും കേൾവിക്കാരെ കർത്താവിലേക്ക് അടുക്കുന്നതിന് കാരണമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയങ്ങളെ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ പാസ്റ്റർ, തുടർന്നുള്ളതായ സമയങ്ങൾ കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവങ്ങൾ ഷെയർ ചെയ്യാനുള്ള അവസരമാണ്. ദയവായിട്ട് അത് വിനിയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ജോയ്സ് ടിവിയിൽ കടന്നു വന്ന എന്റെ അനുഭവസാക്ഷ്യം ഷെയർ ചെയ്യുവാനൊക്കെ എന്നെ അതിലേക്ക് ക്ഷണിച്ച ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ ജീവിതാനുഭവങ്ങൾ ഞാൻ ടി വിയിൽ കൂടെ പങ്കുവെക്കുമ്പോൾ തീർച്ചയായും കേൾക്കുന്നവർക്ക് വലിയ അനുഗ്രഹവും അനേകർക്ക് നമുക്ക് വിടുതൽ നൽകുന്ന ദൈവമുണ്ടെന്നൊക്കെ അറിയുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ശേഷദാസൻ പറഞ്ഞ പ്രകാരം ഞാൻ കഴിഞ്ഞ 37 വർഷമായി നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് നോർത്ത് ഈസ്റ്റിന്റെ പല സ്റ്റേറ്റുകളിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് ആസാമിലാണ്. ആസാമിലെ ബോംഗേഗാവ് എന്ന് പറയും. അത് ഒരു ബോഡോ ടെറിട്ടോറിയൽ ഒരു ഏരിയ ആണ്. ബോഡോ തീവ്രവാദിയിലേക്ക് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞങ്ങൾ ആ സ്ഥലത്താണ് ഞാനിപ്പോ ആയിരിക്കുന്നത്. സ്തോത്രം. എന്റെ നാട്ടിൽ എന്റെ വീട് അടൂർ ഏഴംകുളത്തിനടുത്താണ്. ഞങ്ങൾ ഒരു മാർത്തോമ സമുദായത്തിൽ നിന്ന് ആണ്. എന്റെ അപ്പച്ചന്റെ വീട്ടുകാരൊക്കെ മാർത്തോമക്കാരും എന്റെ അമ്മച്ചിയുടെ വീട്ടുകാരെ ഓർത്തഡോക്സ് സഭയിൽപ്പെട്ട വിശ്വാസത്തിൽ നിന്നാണ് ഞങ്ങള് ദൈവഭാഗത്തേക്ക് വരുവാനിടയായത്. ഞങ്ങൾ 6 മക്കളാണ്. ഞാൻ 4ാമത്തേതാണ്. എനിക്ക് 4 സഹോദരിമാരും എനിക്കൊരു ജ്യേഷ്ഠനുമുണ്ട്. എന്റെ അപ്പച്ചനും അമ്മച്ചിയും അവര് ഒരു നോമിനൽ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് ക്രിസ്ത്യാനികളാണ്. എന്നാൽ ചർച്ചയിൽ പോകുമോ അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള അങ്ങനെ അഭേദ്യമായ ഒരു ബന്ധമൊക്കെ ഉണ്ടെന്ന് പേരിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്റെ പിതാവ് ഒരു സാമാന്യ നല്ലൊരു ഭേദപ്പെട്ട കുടുംബത്തിലെ ഒരു അംഗമാണ്. അത്യാവശ്യം ജീവിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ളൊരു സാമ്പത്തികമുള്ളൊരു കുടുംബത്തിലാണ് ഞങ്ങൾ ജനിച്ചു വളരുവാനിടയായത്. എങ്കിൽ പിതാവിന്റെ ചില പ്രയാസങ്ങൾ പിതാവ് ചില ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനിടയായി. അതിന്റെ മധ്യത്തിൽ ഒത്തിരി കടഭാരങ്ങളും ഒത്തിരി പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോവുകയും ഞങ്ങൾക്കുണ്ടായിരുന്ന വസ്തുവകകളെല്ലാം കുറച്ച് ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ പുള്ളിക്ക് മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപാനം അങ്ങനെ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങള് വീട്ടിലായിരിക്കുന്ന സമയത്ത് പകൽ സമയം കുഴപ്പമൊന്നുമില്ല. രാത്രിയിലാണെങ്കിൽ വീട്ടിൽ ആകെ കലഹവും അടിയും മദ്യവെച്ചിട്ട് വന്നിട്ട് അമ്മയായിട്ട് അടിയും ചീത്തവിളിയും ഭയങ്കര ബഹളം ഉള്ള സിറ്റുവേഷനിൽ കൂടെയാണ് ഞാൻ കടന്നു വന്നത്. അങ്ങനെ ഒത്തിരി വേദനജനകമായ ഒത്തിരി അനുഭവത്തിൽ കൂടെ ചെറുപ്പത്തിൽ തന്നെ കടന്നു പോകാനിടയായി. വിശേഷാൽ എന്റെ മൂത്ത 2 സഹോദരിമാരാണ്. എന്റെ ഏറ്റവും മൂത്ത ഒരു സഹോദരിയാണ് എന്റെ മൂത്ത അമ്മാമ. അതിനുശേഷം 2ാമത്തെ ഒരു അമ്മാമയാണ്.
അവർ രണ്ടും എന്റെ അപ്പച്ചൻ എന്റെ പിതാവിന്റെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് അവരെ എന്റെ അമ്മ വീട്ടിൽ നിന്നാണ് ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് ഒരു ഭേദമായ ഒരു നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്യാൻ കഴിയും, പഠിക്കാനൊക്കെ കഴിയും. ഞങ്ങള് ബാക്കിയുള്ള 4 പേര്, എന്റെ ജ്യേഷ്ഠൻ, ഞാൻ, എന്റെ ഇളയ 2 സഹോദരിമാർ, അവരൊക്കെ ഞങ്ങൾ ഈ വീട്ടിലായിരുന്നുകൊണ്ട് ഈ വീട്ടിലെ ഈ സിറ്റുവേഷനും ഇത്ര വലിയ കലുഷിതമായൊരു പ്രയാസ പ്രതിസന്ധി കൂടെ ഇങ്ങനെ കടന്നു പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലപോലെ പഠിക്കുവാനൊന്നും ആ സമയങ്ങളൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബമൊക്കെ വലിയ കുടുംബക്കാരാണ്, വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്റെ പിതാവ് ആര് പറഞ്ഞാലിട്ട് കേൾക്കുവോ അല്ലെങ്കിൽ താൻ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകാനിടയായി. ഒന്നാമതായിട്ട് വീട്ടിൽ സമാധാനമില്ലായിരുന്നു, നല്ല ആഹാരം കഴിക്കുവാനില്ലായിരുന്നു, നല്ല വസ്ത്രം ധരിക്കുവാനില്ലായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി പ്രയാസത്തിൽ കടന്നു പോകുന്ന സമയത്താണ് അപ്പം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഒത്തിരി പേര് സഹായിക്കാൻ ഞങ്ങളുടെ കുടുംബക്കാരായിട്ടുള്ള പലരും വന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്ക് അതൊന്നും കാര്യമല്ല. പുള്ളിക്ക് തന്നിഷ്ടപ്രകാരം പുള്ളി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പുള്ളി ബോംബെയിലേക്ക് വന്നതിന് 10-16 വർഷം, അന്നത്തെ കാലത്ത് എന്റെ ചെറുപ്പത്തിലാണെങ്കിൽ അന്നത്തെ കാലത്ത് 10-16 വർഷം പുള്ളി ബോംബെയിലുണ്ടായിരുന്നു. ബോംബെയിലേക്ക് വന്ന് ഗൾഫിലേക്ക് കടന്നു പോകാൻ വന്നതാണ് പുള്ളി. 10-16 വർഷം അവിടെ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഇല്ലായിരുന്നു പുള്ളി എവിടെയായി, എവിടെ പോയെന്ന് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ അവസാനം പിന്നെ തിരിച്ചു വന്നു. പിന്നെയും ഈ പഴയതിന്റെ പിന്നെയും പതിമടങ്ങായി പുള്ളി കുടിക്കുവാനും മദ്യപിക്കുവാനും അങ്ങനെ വലിയൊരു കലുഷിതമായ ഒരു സിറ്റുവേഷനിലൂടെ ജീവിതം കടന്നു പോയപ്പോഴാണ് ആ സമയത്ത് ഞങ്ങൾ അവിടെ എന്റെ വീട് ഏനാത്തും ഏഴംകുളത്തിനും ഇടയ്ക്കായിട്ട് വരും. ഏനാത്തിന് 2 കിലോമീറ്ററേ ഉള്ളൂ. കൈതപ്പുറം എന്ന് പറയും എന്റെ സ്ഥലം. അവിടെയാണെങ്കിൽ അന്നൊരു ചർച്ച ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ദൈവസഭ എന്ന് പറയുന്ന കലൈവരം അവരുടെ വലിയൊരു സഭയുണ്ട് അവിടെ പ്രാർത്ഥനകൾ എപ്പോഴും നടക്കുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഈ സമുദായക്കാരൊക്കെ ആയിട്ട് അങ്ങനെ ഈ എന്റെ പാപ്പനും അവരൊക്കെ ആണെങ്കിൽ ഈ സമുദായക്കാരും വലിയ കുടുംബക്കാരൊക്കെ ആവുമ്പോൾ ഈ ബന്ധക്കോസ് ആരാധനയ്ക്ക് പോവുക അല്ലെങ്കിൽ പോകുന്നവരെ കളിയാക്കുന്ന കൂട്ടത്തിലാവില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കും പോകാൻ ലജ്ജയായിരുന്നു. അങ്ങനെ അപ്പൊ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധി കൂടെ കടന്നു പോയിക്കൊണ്ട സമയത്താണ് ഈ ആരാധനയ്ക്ക് പോകണമെന്നൊക്കെയുള്ള ഒരു ഭാവന, അല്ലെങ്കിൽ ആര് ഞങ്ങളെ വന്ന് സഹായിക്കും, ഞങ്ങൾ ഒത്തിരി വേദനയോടെ കടന്നു പോകുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ ദൈവസഭ അവിടെ ദൈവദാസൻ അവിടെ പലരും ഇങ്ങനെ വന്നു പോകുന്നുണ്ടോ. പക്ഷെ അവിടെ ദൈവദാസൻ ആ സമയത്ത് വരുവാനിടയെ പാറശാലക്കാരൻ ഒരു സ്റ്റാൻലി രാജ് എന്ന് പറയും. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ അവിടെ എപ്പോഴും വരികയും കയറി ഇറങ്ങുകയും ഞങ്ങളോട് കൂടെ വന്നിരിക്കുകയും ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പുള്ളിയോട് പറയാനും പുള്ളി ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ അംഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് വരാനും പ്രാർത്ഥിക്കുവാനും അതിനുശേഷം എന്നെ പുള്ളി അപ്പൊ എനിക്ക് വീട്ടിൽ നിൽക്കാൻ ഒരു സന്തോഷമില്ല. കാരണം വീട്ടിലേക്ക് വിളിക്കുന്ന പ്രയാസമാണല്ലോ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാനിപ്പോ 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയമാണ്. അതിനുശേഷം ഞാൻ 10ാം ക്ലാസ് ആയ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി പ്രശ്നമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും. നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ നല്ലപോലെ ഗൈഡ് ചെയ്യാൻ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മാതാപിതാക്കന്മാർ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ശൂന്യമായി തീരും, എന്തായിത്തീരും നമുക്കറിയാതെ പ്രയാസപ്പെടും. അങ്ങനെ ആ സമയത്താണ് ഈ പാസ്റ്റർ ദേവദാസൻ വന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഇടയായി. അങ്ങനെ ഞാൻ 1983-84 സമയങ്ങളിൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനിടയായി. ആ ദേവദാസന്റെ ചർച്ചയിൽ കടന്നു പോകാനിടയായി. അവിടെ വെച്ച് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അപ്പൊ തന്നെ എന്റെ അമ്മയ്ക്കും വലിയ താല്പര്യമായിരുന്നു. അമ്മ ചർച്ചിലെങ്ങും പോകുന്നില്ലെങ്കിലും ഈ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ നിരന്തരം കണ്ണീരൊഴിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിലൊക്കെ ഒരു വലിയ വിടുതലുണ്ടാകണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടി അമ്മച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടന്നു പോകാനിടയായി. പിന്നെ അമ്മ വന്നു. എന്റെ 2 സഹോദരിമാർ, എന്റെ ജ്യേഷ്ഠൻ, ഞങ്ങൾ 4 പേര് ദൈവത്തിൽ ബന്ധക്കോസ് സഭയിൽ ആരാധിക്കുവാനിടയായി. അന്ന് മുതൽ ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധുക്കാർക്കെല്ലാം വലിയ വിരോധമായി. അവരൊന്നും ഞങ്ങളുടെ മിണ്ടത്തില്ല. ഞങ്ങൾ സഭയിലേക്ക് നിങ്ങൾ ബന്ധക്കോസ് സഭയിൽ പോയി എന്ന് പറഞ്ഞിട്ട് അന്ന് വളരെ ഒരു വല്ലാത്ത നിലയിലാണല്ലോ അവരെ സമുദായക്കാർ കാണുന്നത്. ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾ അവിടെ ആയിരുന്നു. അങ്ങനെയായിരുന്നു. നിങ്ങൾ തന്നെ ബന്ധുക്കാരെ കൈവിട്ടാലും സ്വന്തക്കാരൊക്കെ കൈവിട്ടാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവം ഉണ്ടെന്ന് ആ സമയത്തൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാനിടയായിത്തീർന്നു. നമ്മെ കരുതുന്ന ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, സ്നേഹിക്കുന്ന ഒരു കൂട്ടർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അന്ന് മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് ഒരു വിടുതൽ അനുഭവിക്കാനിടയായി. ഞാൻ 84 അവസാനമായപ്പോ എന്റെ 10th ഞാൻ കംപ്ലീറ്റ് 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ടു. അപ്പൊ വീട്ടിലെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് ചുവന്നേരെ കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ സാമ്പത്തികമായി ഒത്തിരി ഞെരുക്കത്തിൽ കൂടെ പോവുകയാണ് ആ സമയത്ത്. അപ്പൊ ആ പാസ്റ്റ് പറഞ്ഞ് പാറശാലയിലൊക്കെ ആണെങ്കിൽ അവരുടെ പുള്ളിയുടെ അളിയനാണെങ്കിൽ നല്ല മേശിരിയ, നീ വാ, ഞാൻ അവരുടെ കൂടെ മേശിരി പണിക്കൊക്കെ പോവാം, പഠിക്കാം.
അല്ലാതെ നമ്മളെ വേറെ ആരും നമുക്കൊരു നല്ല നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ആളില്ലാത്തപ്പോ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ അങ്ങനെ തീരുമാനിച്ചിരുന്നപ്പോഴാണ് ഞങ്ങളുടെ സഭയിലുള്ള ഒരു അപ്പച്ചനുണ്ട്. അതായത് എന്റെ അപ്പച്ചന്റെ അപ്പച്ചൻ അവരൊക്കെ വളരെ സുഹൃത്തുക്കളാണ്. അപ്പൊ അപ്പച്ചന്റെ പേര് ദാനിയേൽ എന്നാണ്. അപ്പോ എന്റെ വലിയപ്പച്ചന്റെ റൂമോണിച്ചാന. അപ്പൊ ഇവരൊക്കെ ഒരേ സഭയിലായിരുന്നു അന്ന്, കിഴക്കോരം മർത്തോമ സഭയിലൊക്കെ ആയിരുന്നു. അപ്പം അതിനുശേഷം ഈ ദാനിയേൽ അപ്പച്ചനാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പുള്ളി അവിടെ ഈ ആരാധന തുടങ്ങി. അങ്ങനെ ഈ അപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വരാനില്ല. ഈ അപ്പച്ചൻ വന്ന് ഞാൻ എന്റെ ഫാദറിന് പറഞ്ഞു. അപ്പൊ എന്റെ ഫാദറിന്റെ പേര് ജോർജ് എന്ന, ഗീവർഗീസ് ജോർജ് എന്നാണ് എന്റെ ഫാദറിന്റെ പേര്. അപ്പം എന്റെ നാട്ടിലൊക്കെ പുള്ളിയെ വിളിക്കുന്നത് കുട്ടിച്ചായൻ. അപ്പം ഈ അപ്പച്ചൻ വന്നിട കുട്ടി, നിന്റെ മോനെ ഞാൻ ബൈബിൾ കോളേജിൽ വിടാനായിട്ട് പോവുക, അവന് താല്പര്യമെങ്കിൽ അവന്റെ ബൈബിൾ കോളേജിൽ വേണ്ടി പഠിപ്പിക്കാന്ന് പറഞ്ഞു. പുള്ളി അദ്ദേഹം വന്ന് വീട്ടിൽ നിന്ന് അപ്പച്ചൻ പറയാനിടയായി. അപ്പൊ ഈ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുന്നത് എന്തിനാണെന്നോ അല്ലെങ്കിൽ സുശേഷം വരെ എന്തിനാ ചെയ്യുന്നത്, ഇതൊന്നും നമുക്ക് യാതൊരു പിടിയില്ലാത്ത സമയങ്ങളാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എനിക്ക് വലിയൊരു സമാധാന ജീവിതത്തിലുണ്ടായി. ഞാൻ കുറെ പ്രാർത്ഥിക്കറിഞ്ഞ് ആ ദിവസങ്ങളിലൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണ്. കാരണം നമുക്ക് ഞങ്ങളുടെ സമുദായക്കാരിടയ്ക്ക് തന്നെ ഈ കള്ളുകുടിന്റെ ഒരു മക്കളെന്ന നിലയിലുള്ള താഴ്ന്ന ആ ഒരു കണ്ണോടുകൂടി കാണുന്ന ഒരു കൂട്ടരാണ് അവിടെ. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങനെ വേദനകൾ ഒത്തിരി സംഭവിക്കാനിടയായി. അതിനുശേഷം ഈ അപ്പച്ചൻ വന്ന് വീട്ടിൽ പറഞ്ഞു. അപ്പം ഞാനും റെഡിയായി. അപ്പച്ചൻ വന്ന് നീ റെഡിയായിക്കോ. അങ്ങനെ ഈ അപ്പച്ചനാണെങ്കിൽ എന്നെ അവിടുന്ന് അപ്പം പോകാനൊക്കെ എല്ലാം റെഡിയായി. അപ്പച്ചൻ പറഞ്ഞ് എൻ്റെ കൂടെ വന്നാൽ മതി. അപ്പൊ എന്റെ ബൈബിളിൽ പോകണമെങ്കിൽ നല്ല ഒരു ബൈബിൾ വേണം. എൻ്റെ ഈ ബൈബിൾ നല്ലൊരു ബൈബിൾ ഇല്ല. പിന്നെ അതിനനുസരിച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും എനിക്കില്ല. ഉള്ളത് വെച്ച് ഞാൻ ഉള്ളതെല്ലാം അറേഞ്ച് ചെയ്ത് ആരും എനിക്കൊരു ബാഗ് തന്നു. ഞാൻ ആ ബാഗുമായിട്ട് അപ്പച്ചൻ്റെ കൂടെ അങ്ങ് 1985 ജൂലൈ മാസം ഞാൻ അവിടുന്ന് എറണാകുളത്തേക്ക് വരുവാനിടയായി. എറണാകുളത്തുള്ള ഇന്ത്യ ക്രിസ്ത്യൻ ബൈബിൾ കോളേജ് തെങ്ങോട്, അവിടെ വന്ന് ഞാൻ 4 വർഷം അവിടെ പഠിക്കുവാനിടയായി. അവിടെ വരുമ്പോഴാണ് ഈ ബൈബിൾ എന്താന്ന് റിയലി എനിക്ക് മനസ്സിലാക്കുവാനിടയായത്. വേദ പഠനം എന്താണ്, പഠിക്കുന്നത് എന്തിനാണ്. ഞാൻ അന്ന് വരെയും 10ാം ക്ലാസ് വരെ പഠിച്ചെങ്കിലും എനിക്ക് എന്റെ തലയിൽ ഒന്നും കയറത്തില്ലായിരുന്നു. അല്ലെങ്കിൽ ഒന്ന് പഠിക്കുവാനോ അങ്ങനെയുള്ള യാതൊരു ചിന്താഗതി എന്റെ മനസ്സിലേക്ക് വരുന്നില്ലായിരുന്നു. എല്ലാം എന്തൊക്കെയോ പഠിച്ചു, 10 വരെ പഠിച്ചത് മാത്രം എനിക്കറിയാം. എന്നാൽ ജീവിതത്തിൽ പഠിക്കുന്ന ജീവിതത്തിന്റെ വലിയ ഒരു കാര്യമാണെന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് അവിടെ ചെന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ ബൈബിൾ കോളേജ് ചെന്നതിന് ശേഷമാണ് എനിക്ക് ബൈബിൾ ആരാണ്ട് തന്നു. പിന്നെ എന്റെ വീട്ടിലെ ബൈബിൾ എനിക്ക് കൊടുത്തയച്ചു. അതിനുശേഷം ഈ ദാനിയേൽ അപ്പച്ചന്റെ മകൻ BD ശ്യാമിൽ എന്ന് പറയും, പാസ്റ്റർ BD ശ്യാമിൽ, അദ്ദേഹം അവിടുത്തെ ടീച്ചറായിരുന്നു. അദ്ദേഹം ആണ് പിന്നെ എന്നെ അവിടെ കൊണ്ടുപോവുകയും ബൈബിൾ കോളേജ് പഠിക്കാനൊക്കെ ഇടയായത്. അതൊരു ഇംഗ്ലീഷ് മീഡിയം കോളേജ് ആയിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും എനിക്ക് അറിയത്തില്ല. കാരണം നാട്ടിൽ ചൊവ്വേന്നേരം മലയാളത്തിൽ പഠിച്ചില്ല. അവിടെ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ എങ്ങനെ ഞാൻ പഠിക്കുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കും. ഒത്തിരി രാത്രി കാലങ്ങളിൽ നിന്ന് കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് പഠിക്കാനൊക്കെ. ഞാൻ അവിടെ ആദ്യത്തെ എക്സാമിനൊക്കെ എഴുതി ഒത്തിരി നാൾ ഞാൻ പലതിനും ഫെയിലായി. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു, കൊല്ലച്ചൻ നിങ്ങൾ ഇനി സെക്കൻഡ് എക്സാം എഴുതിയിട്ട് നിങ്ങൾ പാസ്സാകും, ദൈവം നിങ്ങളെ സഹായിക്കും. അങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു എൻകറേജ്മെന്റ് തന്നു. ഞാൻ പിന്നെ 2ാമത് പഠിക്കാനിടയായി. 2ാമത് അതൊക്കെ എഴുതുവാനിടയായി. ദൈവം തമ്പുരാന്റെ വലിയ കരുണ കൊണ്ടും കൃപ കൊണ്ടും ഞാൻ 4 വർഷം എന്റെ BTH അവിടെ ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഈ പഠിച്ചു കഴിഞ്ഞിട്ട് പഠിത്തം അവിടെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 4ാമത്തെ വർഷം ഒരു വലിയ മിഷൻ ചലഞ്ചിനും കുറെ മിഷണറിമാരൊക്കെ അവിടെ വരുവാനിടയായി. നോർത്ത് ഇന്ത്യയിലെ ചില മിഷൻ ഡയറക്ടേഴ്സ്, പോക്കറ്റ് അസംബ്ലി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു മിഷൻ പ്രവർത്തിക്കുന്നുണ്ട് ഡൽഹിയിൽ, റവറൻഡ് PC അലക്സാണ്ടർ. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരൊക്കെ അവിടെ വരുവാനിടയായി. പിന്നെ ജോൺ താനിക്കൽ ബാംഗ്ലൂരിൽ നിന്നുള്ളൊരു ദേവാസൻ, അവരൊക്കെ ഇപ്പോഴത്തെ ഒത്തിരി പ്രായമായ ദേവദാസന്മാരാണ്. അവരൊക്കെ വന്ന് ഞങ്ങളുടെ ബൈബിൾ കോളേജ് വന്നൊരു വലിയ മിഷൻ ചലഞ്ച് ചെയ്ത സമയത്ത് ഈ പഠിത്തം കഴിഞ്ഞ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, കർത്താവേ ഇനി പഠിത്തം ഇവിടെ 4 വർഷം ഇവിടെ കഴിഞ്ഞു പോയി, ഈ 4 വർഷം കഴിഞ്ഞ് നീ എങ്ങോട്ടാ, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാതെ ഒരു പ്രതിസന്ധിയിലാണ്. ആ സമയത്തൊക്കെ എന്ത് ചെയ്യണം. പലരും പല പ്ലാൻ, കൂടെ പഠിക്കുന്നവർ പലരും പല പ്ലാനുകളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്ത് പ്ലാൻ ചെയ്യും, ഞാൻ ആരോട് ചോദിക്കാം, എന്റെ അപ്പനോട് ചോദിക്കാനൊക്കെ. പിന്നെ അങ്ങനെ എന്നാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഹിതപ്രകാരം ഇങ്ങനെയൊക്കെ ആയി തീരുവാനിടയായത്. ഞാൻ അതിനുശേഷം ആ മിഷൻ ചലഞ്ചിൽ ഞങ്ങൾ കുറച്ചുപേര്, ഒരു 10-12 സ്റ്റുഡൻസ് അന്ന് ഞങ്ങൾ സമർപ്പിച്ചു. നോർത്ത് ഇന്ത്യയിൽ പോയി. അപ്പൊ എനിക്ക് വലിയൊരു ആഗ്രഹം, ഈ മിഷൻ ചലഞ്ച് കഴിയുമ്പോൾ എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിഷണറി ആയി പോകണം. എനിക്ക് കാബൂളിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാബൂൾ എന്ന് പറഞ്ഞ കേട്ടിട്ടേ ഉള്ളൂ. അന്ന് എസെക്കിയേൽ ജോഷുവ എന്ന് പറഞ്ഞ ദൈവദാസൻ അവിടെ വന്ന് ആ ഇടയ്ക്ക് വന്നായിരുന്നു.
പുള്ളി കാബൂളിനെ കുറച്ചൊക്കെ അറിയാം. അപ്പൊ ഞാൻ പുള്ളിക്ക് ലെറ്റർ എഴുതി, സാർ ഐ വാണ്ടഡ് ടു ഗോ ടു കാബൂൾ. അപ്പൊ പുള്ളി എനിക്ക് ലെറ്റർ എഴുതി, തീർച്ചയായിട്ടും നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം മാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്നെ അങ്ങനെ പുള്ളി ലെറ്റർ എഴുതുവാനിടയായി. അതിനുശേഷമായിട്ടാണ് ഞങ്ങള് ഒരു 10-12 പേര് ഒരുമിച്ച്, അപ്പൊ നോർത്ത് ഇന്ത്യക്ക് പോകണം, എങ്ങനെ പോകണം, അവിടെ പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം, ആര് ടിക്കറ്റ് എടുത്തതൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ വിളിച്ച് ഞങ്ങളെ ഈ 10-12 പേരെ തന്റെ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു, നിങ്ങൾ ഇവിടെ ഡൽഹിയിലുള്ള PTN പോക്കറ്റ് സിസ്റ്റം ലീഗ് ഇന്ത്യയിലെ അവിടുത്തെ ടീം പ്രവർത്തനത്തിനായി നിങ്ങൾ വിടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അപ്പൊ അങ്ങനെ ഞങ്ങൾ 10-12 പേര് ഒരുമിച്ചാണ് ഞാൻ അവിടുന്ന് ഞങ്ങള് തയ്യാറായി. അപ്പൊ നോർത്ത് ഇന്ത്യക്ക് പോകുമ്പോൾ തുണി വസ്ത്രങ്ങളൊക്കെ വേണം, തണുപ്പുള്ള സമയങ്ങളിൽ തണുപ്പത്തിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ വേണം, ഒരു നല്ല ഷൂ വേണം, ഇതൊന്നും നമുക്കില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആരോഗ്യം എനിക്ക് 1-2 ഷർട്ടും കാര്യങ്ങളൊക്കെ തന്നു, ഞാൻ അതെല്ലാം റെഡിയാക്കി. അപ്പൊ നോക്കിയപ്പോൾ ഒരു ഷൂ ഇല്ല. അപ്പൊ എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരൻ പറഞ്ഞു, നീ എന്റെ സെക്കൻഡ് ഹാൻഡ് ഷൂ നീ എടുത്തു. അപ്പൊ ഞാൻ അവന് 50 രൂപ കൊടുത്ത് 50 രൂപയുടെ ഷൂ വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ നോർത്ത് ഇന്ത്യ പോയത്. അത് പിന്നെ റിപ്പയർ ഒക്കെ ചെയ്ത് 50 രൂപയുടെ ഷൂ കൊണ്ട് ഞാൻ 2 വർഷം നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത സമയത്ത് മൊത്തം 50 രൂപയുടെ ഷൂ ഇട്ടിട്ട് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ. ഞാൻ ആക്ച്വലി ആദ്യം പോയത് ഡൽഹിയിലാണ്. 19 രാജുരാസ് നിവാസ് മാർഗിലായിരുന്നു അവരുടെ ഓഫീസ് ഉള്ളത്. അതിനുശേഷം എന്നെ ആദ്യം വിട്ടത് ഡെറാഡൂണിലാണ്. ഞങ്ങൾ ഡെറാഡൂണില് മസൂറി ആ ഏരിയയിൽ പോയി താമസിച്ചു. അവിടെ ഡൂൺ ബൈബിൾ കോളേജിന് അടുത്തൊരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. അപ്പൊ അവിടെ എല്ലാം മലയാണ്. അപ്പൊ ഞങ്ങൾ താമസിച്ച ആ സ്ഥലത്ത് പിന്നെ ഈ ഔട്ട്റീച്ചിനൊക്കെ പോകണമെങ്കിൽ ഞാൻ കുറെ ന്യൂ ടെസ്റ്റ്മെന്റ് തന്നു, കുറെ കോമിക്സ്, ബൈബിൾ കോമിക്സ് തന്നു. ഇത് വിറ്റ് വേണം നിങ്ങൾ ചെലവഴിക്കാൻ. അങ്ങനെ ഞങ്ങള് പലയിടത്തും ഞാൻ, അന്ന് എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല, അച്ചി കിതാബ് 25 പൈസ, പിന്നെ ധാർമ്മിക് കിതാബ് എന്നൊക്കെ പറയാൻ എനിക്ക് അറിയുള്ളൂ. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഉള്ള ഓരോ വീടുകൾ കയറി ഇറങ്ങാനിടയായി. അങ്ങനെ അവിടെ മലയാണല്ലോ, ഒരു മലയിൽ നിന്ന് നോക്കുമ്പോൾ അക്കരെ 2-3 വീട് കാണും. ഞങ്ങൾ ഇങ്ങനെ രാവിലെ തോറും ഇറങ്ങി ആ വീടുകളെല്ലാം കയറി ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഒരു ലിറ്ററേച്ചർ വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല. ചില ദിവസങ്ങളൊക്കെ അവിടെ പട്ടിണിയായി അവിടെ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുവാനിടയായി. അപ്പൊ ഞങ്ങളുടെ കൂടെയുള്ള ദൈവദാസൻ പറഞ്ഞു, ദൈവദാസന്മാരെ വിഷമിക്കേണ്ട, ദൈവം നമുക്ക് വേണ്ടി കരുതും. അങ്ങനെ ആ ഒരു അനുഭവം അവിടെ വെച്ച് എനിക്ക് ഉണ്ടാകുവാനിടയായി. അപ്പൊ അതിനുശേഷം ഞാൻ അങ്ങനെ UP, ഹരിയാന, പഞ്ചാബ്, പിന്നെ ഭോപ്പാൽ, ഇൻഡോർ, ഈ സ്ഥലങ്ങളെല്ലാം വന്ന കർത്താവിന്റെ 2 വർഷം ഞാൻ അവരോട് ഉണ്ടായിരുന്നു. ആ 2 വർഷമാണെങ്കിൽ ഒരു 3 മാസം ഓരോരോ സ്ഥലങ്ങളിൽ അവരിങ്ങനെ ആൾക്കാരെ മാറ്റി ടീമായിട്ട് പോയി പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെയാണ് പോയി 3 മാസം 6 മാസം ഓരോ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പ്രവർത്തിക്കാനിടയാണ്. അങ്ങനെ ഹരിയാനയുടെ പല സ്ഥലങ്ങളിൽ, പഞ്ചാബിലൊരു മണ്ഡി ഗോവിന്ദഗഡിൽ ഞാൻ പ്രവർത്തിക്കാനിടയായി. പിന്നെ UPയിലെ പല സ്ഥലങ്ങളില്, ഭോപ്പാലില്, ഇൻഡോറില്, ഈ സ്ഥലങ്ങളിലൊക്കെ പോയി പ്രവർത്തിക്കുവാനിടയായി. ആ സമയത്ത് ഏതാണ്ട് 7 പ്രാവശ്യം സുവിശേഷ വിരോധികളായിട്ടുള്ള അടി കൊള്ളുവാനിടയായി. അന്ന് ആദ്യമായിട്ട് ഈ ലിറ്ററേച്ചർ, ഞങ്ങൾ ഈ ഓയിൻ മാതിരിയാണ്. ഞങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ, ടീമിൽ ചെല്ലുമ്പോൾ ഒരു ഷോൾഡർ ബാഗ് തരും. ഈ ഷോൾഡർ ബാഗിനകത്ത് നമ്മൾ മൊത്തം ലിറ്ററേച്ചർ നിറയ്ക്കണം. ഫ്രീ ലിറ്ററേച്ചർ, ന്യൂ ടെസ്റ്റ്മെന്റ്. അപ്പൊ ഇതെല്ലാം വിൽക്കണം. ഇത് ഫ്രീ ആയിട്ടുള്ളത് കൊടുക്കുകയും ചെയ്യണം, വിൽക്കുകയും ചെയ്യണം. അതിന് 5 രൂപയാണ് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് വില. കൊമിക്സ് ആണെങ്കിൽ 2 രൂപ, 5 രൂപ, അങ്ങനെ ഒരു സെറ്റായിട്ട് കൊടുക്കും, 10 രൂപ കിട്ടും. അങ്ങനെയാണ് അത് വിറ്റാണ് ഞങ്ങളുടെ ഫുഡൊക്കെ ഞങ്ങളുടെ ടീമിന്റെ ആൾക്കാരുടെ മെയിൻ്റെനൻസ്, പിന്നെ ഫുഡ് എല്ലാം കഴിക്കുന്നത്, സോപ്പൊക്കെ വാങ്ങിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് എനിക്കൊരു അടി കൊണ്ടത് കാൺപൂർ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഹർഷനഗർ എന്ന് കണ്ട് പറയും. ആ സ്ഥലത്ത് വെച്ചിട്ട് എനിക്കൊരു അടി കൊണ്ട് ഞങ്ങൾക്ക് എന്റെ പുറത്തൊരു തൊഴിയും ഞങ്ങളുടെ ലിറ്ററേച്ചറിലോ കുറെ ചെറുപ്പക്കാർ വന്ന് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ആദ്യമായിട്ട് അവിടെ വെച്ച് അടി കൊള്ളുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ ഒത്തിരി ക്ഷീണിച്ചു പോയി, തളർന്നു പോയി. പിന്നെ തിരിച്ച് ഒരു നിരാശനായി ഞങ്ങളുടെ റൂമിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് ഞങ്ങൾ ചിന്തിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. ആ സമയത്താണ് ഞങ്ങളുടെ ടീമിന്റെ ഡയറക്ടർ ഓടി വന്ന് പുള്ളി 2 ദിവസം ഞങ്ങളോട് താമസിച്ച് പറഞ്ഞ, സഹോദരന്മാരെ പേടിക്കണ്ട, കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ നമുക്കുള്ള അനുഭവങ്ങൾ ഇതാണ്. പീഡകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ധൈര്യത്തോടുകൂടെ. അങ്ങനെ 2 ദിവസം ഞങ്ങൾ ടീമിരുന്ന് ഉപവാസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ അതിധൈര്യത്തോടെ ഇനി എന്തും വരട്ടെ, ഇനി മരിച്ചാലും വേണ്ടിയില്ല, ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ പോയി പ്രവർത്തിക്കാനിടയായി. അങ്ങനെ പല സ്ഥലങ്ങളിലും പല സന്ദർഭങ്ങളിലും പലയിടത്ത് പോയി പ്രവർത്തിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഞാൻ അവസാനമായി ഇൻഡോറിൽ വെച്ചാണ് എനിക്ക് ഒരുത്തനൊരു അവന്റെ വീട്ടിൽ ഞങ്ങളെ വിളിച്ചു കയറ്റി. ഞാൻ ചിന്തിച്ച് ഞങ്ങൾ ലിറ്ററേച്ചർ വാങ്ങാനായിട്ട് അവൻ വിളിക്കുകയാണ്. അവൻ ലിറ്ററേച്ചർ കൊടുക്കാൻ മാതിരി അവന്റെ വീട്ടിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന മാതിരി അവൻ എന്റെ കർണക്കുറ്റിക്ക് ഒരടി അടിച്ചു. പിന്നെ 2 ചെകിട്ട് മാറി അടിച്ചു. ഞാൻ അവിടെ വെച്ച് തല കറങ്ങിപ്പോയി. എനിക്കൊന്നും അറിയത്തില്ല എന്താ സംഭവിച്ചത്. അങ്ങനെ ആകെ പ്രയാസമായി. ഞാൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വെളിയിൽ വന്നു. അപ്പൊ എന്റെ കൂട്ടിലുള്ള ടീം പ്രദേശമുണ്ട്. അപ്പൊ അതിനുശേഷം വേറെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നൊരു പയ്യനെ അവന്റെ റൂമിനകത്തിട്ട് ലോക്കിട്ട് അവനെ അടിച്ച് ശരിയാക്കി. അവൻ അവിടുത്തെ ഒരു ഗുണ്ടയായിരുന്നു. ഞങ്ങള് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു.
ഞങ്ങളിങ്ങനെ അവൻ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പൊ ആ അയൽവക്കക്കാർ തന്നെ പറയുക, അവൻ ഇവിടുത്തെ ഒരു ഗുണ്ടയാ, അവൻ നിങ്ങളെ അടിച്ച് നിങ്ങൾ ഇവിടുത്തെ എളുപ്പം എത്രയും വേഗം പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക, എത്രയും വേഗം ഇവിടുന്ന് പൊട്ടാണ്, ഞങ്ങൾ പൊക്കോളം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഓടി രക്ഷപ്പെടുവാനിടയായി. ആ സമയത്തൊക്കെ ജീവിതത്തിൽ ഒത്തിരി തളർന്നു പോകുന്ന അനുഭവങ്ങൾ, ക്ഷീണിച്ചു പോകുന്ന, കർത്താവ് എന്താണ് ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇത്ര തീക്ഷ്ണതയോടുകൂടി ഇവിടെ വന്നിട്ട്, അന്ന് എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ഒത്തിരി തമിഴ്നാട്ടിലുള്ള സഹോദരങ്ങള്, നോർത്ത് ഇന്ത്യയിലുള്ള വേറെ സഹോദരങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ ആ സന്ദർഭങ്ങളിലൊക്കെയും ദൈവം കൈവിടാതെ ദൈവസ്നേഹത്തിൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവം പിന്നെ ഞങ്ങൾ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുവാനിടയായി തീർന്നത്. അതിനുശേഷം ഞാൻ 95 എന്റെ മാരേജ് കഴിഞ്ഞു. ആ സമയം ബൈ ദ ടൈം ഞങ്ങളുടെ ഭവനത്തിലുള്ള എന്റെ കുടുംബത്തിലാണെങ്കിൽ എന്റെ മൂത്ത ജ്യേഷ്ഠൻ മിലിറ്ററിയിൽ ഒരു ജോലി കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്താണ് പുള്ളിക്ക് ജോലി കിട്ടുന്നത്. പുള്ളിക്ക് ജോലി കിട്ടി. പിന്നെ എന്റെ നേരെ ഇളയ പെങ്ങൾക്ക് ചില മാരേജിന്റെ പ്രൊപ്പോസലൊക്കെ വന്ന് അവർക്കൊരു കല്യാണം നടന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ദിനംതോറും വരാനിടയായി. 95 ഞാൻ ജനുവരി മാസം എന്റെ മാരേജ് എനിക്ക് ദൈവ പ്രകാരം ഒരു ആലോചന വരികയും മാരേജ് നടക്കുവാനിടയായി. അതിനുശേഷം 96 ഞാൻ PTL എന്ന് പറഞ്ഞ സംഘടനയെ വിട്ടിട്ട് ഞാൻ പിന്നെ വേറെ സംഘടനയെ ജോയിൻ ചെയ്യുവാനിടയായി. ഞാൻ അവരോട് കൂടി ഉള്ള ബന്ധത്തിൽ ഞാൻ നാഗപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു 4 വർഷം ഉണ്ടായിരുന്നു നാഗ്പൂരിൽ. ആ സമയത്താണ് എന്റെ മാരേജ് നടക്കുന്നത്. ഞാൻ 95 എന്റെ മാരേജ് നടക്കുന്നു. 96 ഞാൻ നോർത്ത് ഈസ്റ്റ് ആസാമിലേക്ക് കടന്നു വരുന്നു. ആസാമിൽ ജോർഹട്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും പിന്നെ ജോർഹട്ട് ഇവിടെ തന്നെ ആസാമിന്റെ പല സ്ഥലങ്ങളിൽ തന്നെ പല സ്റ്റേറ്റുകളിൽ പോയി പ്രവർത്തിക്കുവാനും പല സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുവാനൊക്കെ കർത്താവ് അവസരങ്ങളെ നൽകി. ആസാം നമ്മുടെ നാടിന്റെ പ്രകൃതി ഭൂമി ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഇവിടെ അന്നും തീവ്രവാദികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഭാഷ വേറെയാണ്. അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ വൈഫ് അന്ന് ഞാൻ ആസാമിലേക്ക് വരുന്ന സമയത്ത് 96 ഇവിടെ ഒത്തിരി തീവ്രവാദികളുടെ പ്രശ്നം, ഉൾഫ, ബോഡോലാൻഡിലെ ബോഡോ തീവ്രവാദികൾ, പിന്നെ അതുപോലെ ഇവിടെ 18 ട്രൈബ്സ് ഉണ്ട്. മെയിൻ ട്രൈബ്സ് ആണ് ബോഡോസ്, കാർബീസ്, മിസിംഗ് ട്രൈബ്. ഇവർക്കെല്ലാം സെപ്പറേറ്റ് അവരുടേതായ തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. അതായത് ഒരു സമയത്ത് ഈ ട്രൈബൽസിനെയൊക്കെ ഇവിടെ യാതൊരുവിധമായ മാന്യതകളും ഗവൺമെന്റിൽ നിന്നോ അവരെ അടിച്ചമർത്തിയിട്ടേക്കുന്നതുകൊണ്ട് അവർക്ക് ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ടതായ ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാതിരിക്കുന്നത് കൊണ്ടാണ് അവർ മുൻനിരയിൽ വന്നിട്ട് അവർ തോക്കെടുത്ത് അവരുടെ ഡിമാൻഡുകളും അവരുടെ കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യുകയും സാധിച്ചെടുക്കുവാനായിട്ടാണ് ഈ തീവ്രവാദി സംഘടനകളൊക്കെ നോർത്ത് ഈസ്റ്റിൽ വന്നത്. അങ്ങനെ ഞാൻ നോർത്ത് ഈസ്റ്റ് 96 വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് പോയ സ്ഥലമാണ് ത്രിപുര എന്ന് പറയുന്ന സ്ഥലം. ഈ ത്രിപുര എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. അതൊരു ബംഗ്ലാദേശ് ബോർഡറാണ്. ത്രിപുര അന്ന് ജോർഹട്ടി വന്നതിന് ശേഷം ഞാൻ അതിനുശേഷം അവിടുന്ന് 2 ദിവസം യാത്ര ചെയ്താണ് ത്രിപുര എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുന്നത്. ത്രിപുരി ട്രൈബ്സിന്റെ ഇടയ്ക്ക് എനിക്ക് പ്രവർത്തിക്കാനിടയായി. ഒരു 7 വർഷം ഞാൻ അവിടെ ത്രിപുരി ട്രൈബ്സിന്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുവാനിടയായി. അവിടെ ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. അവരുടെ ഇടയ്ക്ക് പോയി ഒത്തിരി സുവിശേഷമൊക്കെ അറിയിക്കുവാൻ കർത്താവ് സഹായിച്ചു. ആ സമയത്ത് ത്രിപുരയിലെ ഈ ത്രിപുരീസിന്റെ സ്ഥലമാണെങ്കിൽ തന്നെയും അവിടെ ഭരിക്കുന്നതും അവരുടെ ഭാഷയും എല്ലാം ബംഗാളി ഭാഷയാണ്. ത്രിപുരിക്ക് ത്രിപുരി ഭാഷയുണ്ട്. അപ്പൊ തന്നെ ബംഗാളി ആണ് അവിടുത്തെ സ്റ്റേറ്റിന്റെ ഭാഷ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഭരിക്കുന്നതും CPM ഗവൺമെന്റ് ആയിരുന്നു. ബംഗാളി ആണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവിടെയും ചെന്നപ്പോൾ ഈ ട്രൈബൽസിൻ്റെതായ എല്ലാ അവർക്കുള്ള ആനുകൂല്യങ്ങളെല്ലാം അവര് കൈയടക്കി വെക്കുകയും കൊടുക്കാതെയും അവരെ ഇങ്ങനെ തടഞ്ഞിട്ട് ഇട്ടേക്കുന്നത് കൊണ്ട് അവിടെയും തീവ്രവാദി ഗ്രൂപ്പ് അവരുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ പലപ്പോഴും ഈ ബംഗാളി ആൾക്കാരെ പിടിച്ചോണ്ട് പോവുകയും വെടിവെച്ച് കൊല്ലുകയും ബംഗാളി ആൾക്കാരെ പിടിച്ചോണ്ട് പോയിട്ട് അവര് പൈസ ഡിമാൻഡ് ചെയ്യുകയും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ഒത്തിരി സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ അവിടെ അനുഭവിക്കാനിടയായി. അത് പലപ്പോഴും ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം ഞങ്ങൾ താമസിക്കുന്ന വില്ലേജിനടുത്തൊക്കെ ഒത്തിരി ബംഗാളി ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ വെടിവെക്കുന്ന സൗണ്ട്, അതായത് തോക്ക് നമ്മൾ അവിടെ ചെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. തോക്കിനകത്തുള്ള വെടിവെക്കുന്ന സൗണ്ടുകൾ അവിടെ ചെന്നപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വില്ലേജിലാണ് താമസിച്ചത്. കുംഫുളു എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ് ഞാൻ താമസിച്ചത്. ത്രിപുരയിൽ ഒരു 10-25 കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം. അവിടെയാണ് ഞാൻ താമസിച്ചത്. അവിടെ എൻ്റെ കൂടെ അവിടുത്തെ ത്രിപുരി ട്രൈബിൽപ്പെട്ട ഒരു സഹോദരനുണ്ട്. പുള്ളിയാണ് പ്രിൻസിപ്പൾ. അവിടെ ബൈബിൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. ഞാൻ പലപ്പോഴും തീവ്രവാദി ഗ്രൂപ്പുകളെ ഞങ്ങളുടെ അടുത്ത് വന്ന് ചേർന്നിട്ടുണ്ട്. ഞങ്ങളുടെ റൂമിൽ വന്നിട്ടുണ്ട്.
അപ്പൊ എന്നോട് പറയും പാസ്റ്റർ ഇവിടെ വന്ന് നന്നായി, ഞങ്ങളുടെ ട്രൈബ്സിന് വേണ്ട അവരുടെ ഉന്നമനത്തിനും അവർക്ക് വേണ്ട എഡ്യൂക്കേഷനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യാൻ പാസ്റ്റർ ഇവിടെ വന്ന് നന്നായി. പാസ്റ്റർ ഞങ്ങളൊന്നും ചെയ്യത്തില്ല. ഞാനും എന്നെ കണ്ടാലും ബംഗാളിൽ കൂട്ടുപോയിരിക്കുമല്ലോ. അപ്പൊ പാസ്റ്റർമാർ ഞങ്ങളെ അന്ന് അവിടെ എത്ര അച്ഛന്മാരും മറ്റുള്ളവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ പാസ്റ്റർ ഞങ്ങളൊന്നും ചെയ്യത്തില്ല. പാസ്റ്റർ ഞങ്ങളുടെ ജാതിക്കാരുടെ ഇടയ്ക്ക് പ്രവർത്തിക്കണം ഉന്നമനത്തിന് വേണ്ടി അവർക്ക് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനോട് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവന്റെ കൈ തോക്കുണ്ടായിരുന്നു. ഞാൻ സാറേ ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, കാരണം ഞങ്ങളുടെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി ഞങ്ങളെ വെച്ചിരിക്കുന്നതാണ് പറഞ്ഞു. അങ്ങനെ ആ സന്ദർഭങ്ങളൊക്കെ കഴിഞ്ഞ് 2003 ഞാൻ ത്രിപുരയിലായിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ അന്ന് ത്രിപുരയിലുണ്ട് 2003. ആ സമയത്തൊക്കെ ഇങ്ങനെ തീവ്രവാദിയുടെ വലിയൊരു പ്രശ്നം ഞാൻ വളരെ കലുഷിതമായ സമയം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ത്രിപുരി ഗവൺമെന്റ് ആണെങ്കിൽ ഒരു ഓർഡർ ചെയ്ത് ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ. ആരെങ്കിലും തീവ്രവാദികളെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അവരെ പിടിച്ച് ജയിലിടാം, അല്ലെങ്കിൽ ആരെങ്കിലും തീവ്രവാദി ഉണ്ടെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലാനുമുള്ള അധികാരം ആർമിക്ക് കൊടുത്തിരിക്കുക. ആ സമയത്താണ് 2003 ഒരു ദിവസം വൈകിട്ട് സന്ധ്യാസമയത്ത് ഞാൻ ആ സമയത്ത് എന്റെ കുടുംബമായിട്ട് ഞങ്ങള് വൈഫും ആ സമയത്ത് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ 2 പേരും ചെറുതാണ്. മോനൊരു 1.5-2 വയസ്സ് കാണും, മോക്കൊരു 6 മാസം കാണും. അപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ആ വില്ലേജില് താമസിക്കാനിടയായി. അവിടെ നിന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ വീട് എന്ന് പറയുന്നത് ഒരു മണ്ണ് കൊണ്ട് കുത്തിപ്പൊക്കിയ ചെറിയൊരു കുടിലാണ്. ആ കുടിലെ അവിടെ താമസിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം വൈകിട്ട് ഞങ്ങളുടെ റൂമിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു ചെറിയ മാർക്കറ്റ് ഉണ്ട്, ഈവനിങ് മാർക്കറ്റ്. ആ മാർക്കറ്റിൽ വെടിവെക്കുന്ന സൗണ്ട് കേട്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതോ സംഭവം നടക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല എന്ന് മനസ്സിലാക്കാനിടയായി. അങ്ങനെ അവിടെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഒരു വ്യക്തി, ഒരു ട്രൈബൽ, അതായത് അവിടുത്തെ ത്രിപുരിയായിരിക്കുന്ന ഒരു വ്യക്തി ഓടി വന്ന് ഞങ്ങളുടെ ക്യാമ്പസിൽ കയറുവാനിടയായി. ഈ ക്യാമ്പസിൽ കയറിയതിനു ശേഷം പുള്ളി എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. കാരണം ഞങ്ങളുടെ ക്യാമ്പസിൽ ആരെങ്കിലും വന്നാൽ അതുവഴി ഞങ്ങളുടെ ക്യാമ്പസിലെ കുറെ കൂടെ വഴിയുണ്ട്, അതുവഴി അങ്ങ് വില്ലയിലോട്ട് പോകത്തേ ഉള്ളൂ എന്ന് ഞാനും ചിന്തിച്ചാനും ഓട്ടിരുന്നു. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞ ഉടനെ CRPF ജവാനും പിന്നെ ആർമിയും വന്നിട്ട് ഞങ്ങളുടെ ക്യാമ്പസ് മൊത്തം വളർന്നു. ഞാൻ അവിടെ വെളിയിൽ നിൽക്കുകയായിരുന്നു. ഒരു ആർമി, അവൻ സിവിൽ ഡ്രസ്സിലാണ് വന്നത്, എന്റെ നേരെ വന്നിട്ട് ഒരു ഗണ്ണെടുത്ത് എന്റെ കഴുത്തിന് വെച്ചിട്ട് പറഞ്ഞു, നിന്നെ ഇപ്പൊ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. നമ്മള് തീവ്രവാദികളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഒത്തിരി പതറിപ്പോയി. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പല കാര്യങ്ങൾ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നേരെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ നിശ്ചലനായി നിന്നുപോയി, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പൊ എന്റെ വൈഫ് അവിടെ ഇരിക്കൊണ്ട്, എന്റെ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. അപ്പോ തൊട്ടടുത്ത് ഞങ്ങളുടെ അവിടുത്തെ ട്രൈബൽപ്പെട്ട ഒരാൾ താമസിക്കും. ഇവരൊക്കെ പേടിച്ചു പോയി. ഇവരെല്ലാം ഓടി ഇറങ്ങി വന്നു. അയ്യോ അദ്ദേഹം ഇവിടുത്തുകാരനല്ല. പിന്നെ ഞാനും പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ കേരളത്തിൽ നിന്ന് വന്നൊരു മിഷണറിയാണ്, ഇവിടെ വന്ന് പ്രവർത്തിക്കുകയാണ്. എനിക്ക് ഈ ഇവിടുത്തെ അണ്ടർഗ്രൗണ്ടോ അല്ലെങ്കിൽ ഇവരുമായിട്ട് എനിക്ക് യാതൊരു വ്യക്തമായ ബന്ധമില്ല എന്നുള്ള കാര്യം പറയാനിടയിൽ. എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ വീട് എനിക്ക് പരിശോധിക്കണം. നിന്റെ വീടിനകത്ത് നീ അതായത് അവൻ എന്നെ സസ്പെക്ട് ചെയ്ത് ഞാൻ അവിടുത്തെ തീവ്രവാദിക്ക് എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ സംശയിച്ചിട്ടാണ് എന്റെ നേരെ വന്ന് വെടിവെക്കുവാനായിട്ട് എന്റെ നേരെ ചൂണ്ടിയത്. അപ്പൊ നിന്റെ വീട് ഞങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യണം, നോക്കണം, സെർച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾക്ക് 2 ചെറിയ റൂം ഒരു വീടാണുള്ളത്. എന്റെ വീട്ടിലോട് അവർ കയറി വന്ന അന്ന് സന്ധ്യാസമയത്താണ്. ഈ സന്ധ്യാസമയത്ത് അവിടെ കയറി വന്നപ്പോൾ കറണ്ട് അങ്ങ് പോയി. അവിടെ ഒരു വില്ലേജ് ആണ്, കറണ്ട് അങ്ങ് പോയി. അപ്പൊ ഒരു എമർജൻസി ലൈറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതെടുത്തിട്ട് എന്റെ വൈഫ്, അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് എന്റെ മോൻ അങ്ങ് ഓടി വെളിയിൽ പോയി. എവിടെ പോയി ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ എന്റെ മോനെ നോക്കാൻ പോയി. ബൈ ദ ടൈം വൈഫിനോട് പറഞ്ഞു റൂം സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് എമർജൻസി ലൈറ്റ് എടുത്തിട്ട് റൂമിനകത്തോട്ട് കയറി വന്നു. അപ്പൊ അവിടെ പുറയിൽ 2-3-4 ആർമി വിത്ത് AK-47 ആ തോക്കുമായിട്ട് കയറി വരുന്നത്. റൂമിനകത്ത് ഞങ്ങളുടെ ഹാളിൽ, ചെറിയ റൂമാണ്, അവിടെ ഡൈനിങ് ഹാളൊക്കെ ഇട്ടിരുന്നത്. അതിനകത്ത് നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ ഞങ്ങളുടെ അടുത്ത ബെഡ്റൂമാണ്, ഞങ്ങൾക്കൊരു ബെഡ്റൂം ഉണ്ട്. അപ്പൊ ആ ബെഡ്റൂമിന്റെ അടിയിൽ ഒരു ഡ്രങ്ക് വെച്ചിട്ടുണ്ട്, ബോക്സ്, ഒരു തകരപ്പെട്ടി. അപ്പൊ ആ പെട്ടിക്കകത്ത് വല്ല തുണികളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന. അപ്പൊ ആ പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ റൂമിലോട്ട് വന്നപ്പോൾ ആ പെട്ടി അവളോട് പറയും പെട്ടി ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. അപ്പൊ വൈകിട്ട് ഞാനും ഓടി വന്നവിടെ പെട്ടി ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. ആ സമയത്ത് തന്നെ ഒരു വ്യക്തി ആ കട്ടിന്റെ അടി കിടക്കുക. അതായത് നമ്മുടെ ക്യാമ്പസിലേക്ക് ഓടി കയറി വന്ന വ്യക്തി ഞങ്ങളുടെ കിച്ചന്റെ ഡോറിൽ കൂടെ കയറി ഞങ്ങളുടെ ബെഡ്റൂം അതിനകത്ത് കയറി ഒളിച്ചിരിക്കുക. ഞങ്ങൾ അറിഞ്ഞില്ല. ഈ വ്യക്തിയെ ഇവൻ അവിടെ കിടക്കുന്ന കണ്ട മാത്രയിൽ അവിടെ ഒരു 40 റൗണ്ട് വെടി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അവനെ വെക്കാനിടയായി.
40 പ്രാവശ്യം വെടിവെച്ച് അവനെ ഞങ്ങളുടെ മുൻപിലിട്ട് തന്നെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലുവാനിടയായി. ഞാനിപ്പോ മുമ്പേ പറഞ്ഞില്ലേ, അതായത് ഈ തീവ്രവാദികളുടെ കയ്യിലൊക്കെ തോക്ക് കാണും. ഇവന്മാരൊക്കെ എപ്പം മരിക്കും അവർക്ക് പറയാനൊക്കെ പറ്റും. പക്ഷെ എന്തുവായാലും സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി അവൻ വേണമെങ്കിൽ വെടിവെക്കാമായിരുന്നു. അവിടെ ക്രോസ് ഫയറിംഗ് ഉണ്ടാകുമായിരുന്നെങ്കിൽ ആ 2004 ആ ദിവസം ആ സന്ധ്യാസമയത്ത് ഞാനും വൈഫും ഒക്കെ ഞങ്ങളുടെ റൂമിൽ മരിക്കേണ്ടവരാണ്. അവിടെ ഒരു ക്രോസ് ഫയറിംഗ് ഉണ്ടാകുമായിരുന്നെങ്കിൽ സ്തോത്രം. എന്നാൽ ദൈവം അത്ഭുതകരമായി അവിടെ നിന്ന് വെടിവെക്കുവാനിടയായി. സ്തോത്രം. ഞങ്ങളുടെ റൂമിൽ ആകെ ബ്ലഡ് 40 റൗണ്ട് വെടി എന്ന് പറയുമ്പോണ്ടല്ലോ, അവിടെ മൊത്തം ഭയങ്കര പുകയും ഭയങ്കര ഒരു വല്ലാത്ത കലുഷിതമായ എന്തുവാ പറയാൻ ആ വലിയൊരു പ്രയാസത്തിൽ അവിടെ വെച്ച് ഉണ്ടാകുവാനിടയായി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹം ആ ബോഡി വലിച്ച് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇടുവാനിടയായി. അപ്പോഴത്തേന് അവിടുത്തെ വില്ലേജുകാരെല്ലാം ഇളകി. വില്ലേജുകാരൊക്കെ പറയുന്നത് കേരളത്തിൽ നിന്ന് വന്ന പാസ്റ്റർ ഇവിടെ ഉണ്ടായിരുന്നു, ആ പാസ്റ്ററെ വെടിവെച്ച് കൊന്നുവെന്നാ അവരെല്ലാം കേട്ടത്. ആ പാസ്റ്ററെ വെടിവെച്ച് കൊന്നുവെന്നാ അവര് പറയാനിടയായി. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് വരെയും ഇല്ലാത്ത 7 വർഷം അവിടെ പ്രവർത്തിക്കാനിടയായി. അന്ന് വരെയും സംഭവിക്കാത്തൊരു വലിയ സംഭവം ഞങ്ങളുടെ കൺമുമ്പിൽ, ഞങ്ങളുടെ വീടിനകത്ത്, ഞങ്ങളുടെ റൂമിൽ, ഞങ്ങളുടെ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ നടക്കുവാൻ ഇടയായി. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യം. അനേകർ ഇത് കേട്ടിട്ട് വളരെ പ്രയാസപ്പെടുവാൻ, ഒത്തിരി പേരെന്നെ വിളിക്കുവാനിടയായി. അവിടുത്തെ പോലീസ് ഒഫീഷ്യൽസ് വന്നിട്ട് ഞങ്ങളോട് പറയാനിടയായി, ഇതൊരു ബൈ ചാൻസ്. ഞങ്ങളുടെ പേരിലേക്ക് കേസെടുക്കാമായിരുന്നു. കാരണം ഞങ്ങൾ അവർക്ക് ഷെൽട്ടർ കൊടുത്തു, ഞങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറയാം. എന്നെ പിടിച്ച് ജയിലിടാമായിരുന്നു. എന്നാൽ ദൈവത്തിന് നന്ദി പറയുന്നു. അവര് പറഞ്ഞു, ഇതൊരു ബൈ മിസ്റ്റേക്കിൽ സംഭവിച്ചൊരു കാര്യമാണ്, നിങ്ങൾ അതിനകത്ത് ഇന്നസെന്റ് ആണ് ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് നിങ്ങളെ ഈ കേസിലൊന്നും ഞങ്ങൾ ഉൾപ്പെടുത്തുന്നില്ല. അനേകരുടെ പ്രാർത്ഥന ദൈവം അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളെ അവിടുന്ന് വെടിവെക്കുവാനിടയായി. എന്നാലും അതിനുശേഷം ഒത്തിരി ഭീതിയും പ്രയാസവും ദുഃഖവും ആ റൂമിൽ കയറുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ പ്രയാസമായിരുന്നു. ഏതാണ്ട് 3-4 മാസം ആ റൂമിൽ ഞങ്ങൾ കയറത്തേയില്ലായിരുന്നു. ഞങ്ങൾക്ക് കിടക്കുവാൻ വേറെ റൂമില്ലെങ്കിൽ തന്നെ ഒരു ചെറിയ ഷെഡിനകത്ത് പോയി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് കിടക്കുവാനിടയായി. അങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ കൂടെ ഞങ്ങളുടെ ജീവിതം, നോർത്ത് ഈസ്റ്റിലെ ജീവിതത്തിൽ കടന്നു പോകാനിടയായി. അതിനുശേഷം കുറച്ചുനാളോട് ഞാൻ അവിടെ പ്രവർത്തിക്കാനിടയായി. പിന്നെ അനേകർ അവിടെ വരുവാനിടയായി. എന്നോട് പറഞ്ഞു, പാസ്റ്റർ വിഷമിക്കേണ്ട, ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ, പല ദിവസങ്ങൾ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല. കാരണം സന്ധ്യാസമയത്ത് അവിടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോവുകയും ഭയങ്കര പോലീസും അണ്ടർഗ്രൗണ്ട് തമ്മിലുള്ള വെടിവെക്കൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ പലപ്പോഴും ഈ വെടിവെക്കുന്ന സൗണ്ട് കൊണ്ടൊക്കെ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു അവിടെ. അങ്ങനെ അവിടുന്ന് തിരിച്ച് പിന്നെയും ഞാൻ കൽക്കട്ട ഉണ്ടായിരുന്ന കുറച്ചാൾ. അതിനുശേഷം പിന്നെ ആസാമിൽ തിരിച്ചു വന്നു. അതിനുശേഷം എനിക്ക് ട്രാൻസ്ഫർ തന്നു. ഞങ്ങളുടെ മിഷനാണെങ്കിൽ എന്നെ ട്രാൻസ്ഫർ തന്നിട്ട്, കാരണം ഇത്രയും വലിയ പ്രതിസന്ധി ഇവിടെ കടന്നു പോയതുകൊണ്ട് പാസ് ഒന്ന് റിലാക്സ് ആകട്ടെ, അല്പം സമാധാനമായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റാന്ന് പറഞ്ഞാൽ എനിക്ക് കൽക്കട്ടയിൽ വരാനിടയായി. അതിനുശേഷം പിന്നെയും ഞാൻ 2 വർഷം കഴിയുമ്പോൾ പിന്നെയും ആസാമിലേക്ക് തന്നെ വരുവാനിടയായി. എന്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരു 8-10 സ്കൂൾ മാറി പഠിച്ചവരാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തമൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ച നിലയിലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം ഇന്ന് അവരെ മാനിച്ചു. ദൈവം നല്ല നിലയിൽ കർത്താവ് അവരെ ആക്കിയിരിക്കുന്നു. അത് തന്നെ ഞങ്ങൾക്ക് ഒരു അത്ഭുതമാണ്. കാരണം എന്റെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഈ ആസാമിലാണെങ്കിൽ ഞാൻ ഒരു സ്ഥലത്ത് തിരിച്ച് ഞാൻ ആസാമിൽ വന്നപ്പോൾ കാർബിയങ്ങളോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അതായത് കാർബി ട്രൈബ്സിന്റെ ബീച്ചിലാണ് അവരുടെ ഇടയ്ക്ക് വന്ന് പ്രവർത്തിക്കാനിടയായി. അവിടെ ഞങ്ങളുടെ സെന്റർ ഉണ്ടായിരുന്നു. അവിടെ മിഷന്റെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുവാനായിട്ട് എന്നെ അവിടെ അയച്ച സമയത്ത്, പലപ്പോഴും അവിടെ ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഈ കാർബി മിലിറ്റന്റ് ഉഗ്രവാദികളൊക്കെ അതായത് കർഫ്യൂ പ്രഖ്യാപിച്ചാൽ 100 മണിക്കൂർ കർഫ്യൂ, 2 ആഴ്ച കർഫ്യൂ. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനോ പഠിപ്പിക്കാനോ ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. അത് 2011-12 സമയങ്ങളാണ്. ആ സമയത്ത് അങ്ങനെ അവിടെ പ്രയാസമായപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ 2 പേരെ ഞാൻ നാട്ടിൽ കൊണ്ടുവന്ന്, നാട്ടിൽ തിരുവല്ലയിലുള്ള ഒരു ബോർഡിംഗ് സ്കൂളിൽ അവിടെ ആക്കാനായിട്ട് ഞങ്ങൾ ശ്രമിച്ചു. അങ്ങനെ വൈഫ് ഒരു 2012 ജൂലൈ മാസം ആ സമയത്താണ് വൈഫ് അവിടുന്ന് നേരെ കേരളത്തിൽ പോയി കുഞ്ഞുങ്ങൾക്ക് അവിടെ അഡ്മിഷനൊക്കെ ചെയ്യുവാനുള്ള സമയം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവിടെ പോകാനിടയായി. അതിനു മുൻപ് തന്നെ പല സന്ദർഭങ്ങളിൽ ആസാമിൽ വന്നതിന് ശേഷം ഉൾഫ തീവ്രവാദി എന്ന് പാസ് കേട്ട് കാണും. അതുപോലെ തന്നെ ഇവിടെയുള്ള കാർബി ആംഗ്ലോ എന്ന് പറഞ്ഞ കാർബി ട്രൈബ്സിന്റെ ഇടയ്ക്കുള്ള KNLP NLFD എന്നും ഒക്കെ പറഞ്ഞ പല ഗ്രൂപ്പിനാണ് അവർ അറിയപ്പെടുന്നത്. അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ഞങ്ങള് ആസാമിൽ വന്ന് ജോർഹേഡ് വന്ന സമയത്ത്, ജോർഹേഡ് ഞാൻ ഉടുപ്പ് വരുന്നതിന് മുൻപ് ജോർഹേഡിലായിരുന്ന സമയത്താണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ലെറ്റർ വന്നു, നിങ്ങൾ 1 കോടി രൂപ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ നിങ്ങളെ ഇത്ര ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിച്ചോണ്ട് പോകും, വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞു. ദേവദാസനെ അവിടെ വെച്ച് ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ച സന്ദർഭങ്ങളായിരുന്നു.
ഞങ്ങളുടെ കുഞ്ഞുങ്ങളവിടെ പഠിക്കുന്നുണ്ട്. എന്റെ കൂടെ വേറെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ദൈവദാസനുണ്ട്. അവിടെ പുള്ളിയാണ് ഞങ്ങളുടെ മിഷന്റെ അവിടുത്തെ ഇൻചാർജ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒത്തിരി പ്രയാസപ്പെടുവാനിടയായി. അപ്പൊ ഞങ്ങളുടെ മിഷന്റെ ആൾക്കാർ പൈസ 1 കോടി രൂപ നമ്മൾ കൊടുക്കത്തില്ല, ആർക്കും കൊടുക്കാനും ഒക്കത്തില്ല, നമുക്ക് അത്രമാത്രം പൈസ ഇല്ലല്ലോ. അങ്ങനെ പല നെഗോഷിയേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ലെറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ലോക്കൽ ആൾക്കാരെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അവരുമായിട്ട് സംസാരിപ്പിക്കും, ഞാൻ നെഗോഷിയേഷൻ. അവരൊന്നും അടുക്കുന്നില്ല. രണ്ടാമത്തെ ലെറ്റർ വന്ന് ഇത്ര മണിക്കൂറിനകം നിങ്ങൾ പൈസ തന്നില്ല, നിങ്ങളെ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയി, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഭീഷണി വന്നപ്പോൾ ഒരു ദിവസം ഉച്ചയായ സമയത്ത് ഞങ്ങൾ ആഹാരമൊക്കെ ഉണ്ടാക്കി വീട്ടിനകത്ത് വെച്ചിട്ട് ഞങ്ങൾ ഉടുത്ത തുണി കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അടുത്ത് വേറെ സ്ഥലം, ഇവിടുത്തെ ആസാമിൽ ഞങ്ങൾ താമസിച്ച സ്ഥലത്ത് നിന്ന് ദിമാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഓടിപ്പോകാനിടയായി. അതിനുശേഷം ഞാൻ 6 മാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെയും ഇവിടെ വരാനിടയായി. അന്ന് ഉണ്ടാക്കിയ ചോറും കറിയൊക്കെ പിന്നെ വന്ന് 6 മാസത്തിന് ശേഷം ഞങ്ങൾ ആ പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യാനും കഴുകാനൊക്കെ ഇടയായി തീർന്നത്. ദേവദാസനെ അങ്ങനെ ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളും കൂടെ ഈ ആസാമിന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനും ഇടയായി തീർന്നു. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ കാർമ്യങ്ങളോ എന്ന സ്ഥലത്ത് അവിടെ വന്ന് പ്രവർത്തിക്കുവാൻ, ഞാൻ പല നിലയിലും മിഷന്റെ പ്രവർത്തനങ്ങൾ, പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഡിപ്പു കാർമ്യങ്ങളോ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് പിന്നെ കുഞ്ഞുങ്ങൾ വന്നു. ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞുങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെ ബന്ധും കഫിയൊക്കെ ഉള്ളത് കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് റെഗുലർ അവിടെ പോയി പഠിക്കാനൊക്കെ ഉള്ള ഒത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് വൈഫ് കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിൽ ചേർക്കാനായിട്ട് ഞങ്ങളുടെ മിഷന്റെ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ കൊണ്ട് കുഞ്ഞുങ്ങളെ ചേർക്കാൻ പോയ സമയത്താണ് 2012 എന്റെ ജീവിതത്തിൽ വലിയ സംഭവം ഉണ്ടാകാനിടയായി. ഞാൻ ഈ നോർത്ത് ഈസ്റ്റ് ആയ സമയത്തൊക്കെ ഒത്തിരി ട്രൈബൽസിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ഒത്തിരി സഹോദരങ്ങൾക്ക് വേണ്ടി അവരെ സഹായിച്ചിട്ടുണ്ട്, പല നിലയിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 2011 ജൂലൈ മാസം 23-ാം തീയതി ഞാൻ ഈ ടിപ്പു കാർമ്യങ്ങളോ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ആയിരിക്കുമ്പോൾ, ഈ കാർമി ഞങ്ങളോ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ 100-300 പാസ്റ്റർമാരുണ്ട്. കുഞ്ഞുങ്ങളെ ഒത്തിരി ചാരിറ്റബിൾ വർക്കുകൾ കുഞ്ഞുങ്ങളെ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നിർധനരായ കുഞ്ഞുങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വലിയ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്റെ ഈ അനുഭവം, പറയുന്ന അനുഭവം ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എന്റെ അനുഭവങ്ങളൊക്കെ അവിടെയുണ്ട്. എന്നെ 2012 ജൂലൈ മാസം 23-ാം തീയതി ഒരു കൂട്ടം തീവ്രവാദികൾ എന്റെ റൂമിലേക്ക് കടന്നു വന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാനിടയായി. എന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാനിടയായി. അന്ന് വരെയും ഈ ഒത്തിരി അവിടെ ഞാൻ അന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ ഒത്തിരി അച്ഛന്മാരും അവിടെയുള്ള ലോക്കൽ പാസ്റ്റർമാരൊക്കെ എന്നോട് പറഞ്ഞു, പാസ്റ്റേ ഈ ഇവിടുത്തെ വില്ലേജിലൊക്കെ പോകുമ്പോൾ പാസ്റ്റർ സൂക്ഷിക്കണം, കാരണം ഒരു പ്രത്യേക സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ വെളിയിലുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അവർ പിടിച്ചോണ്ട് പോവുകയും തീവ്രവാദികൾ പിടിച്ചോണ്ട് പോവുകയും പൈസ ഡിമാൻഡ് ചെയ്യുകയും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് പാസ്റ്റർ, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നാണ് പറയാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെയുള്ള അങ്ങനെ അപ്പൊ തന്നെ എന്റെ കൂടെ അവിടെയുള്ള കാർമി ട്രൈബിൽപ്പെട്ട ദേവദാസന്മാർ എന്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഒറ്റയ്ക്കാൻ പോകാറില്ല, അവരെയും കൂട്ടിക്കൊണ്ടേ പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഡിപ്പു എന്ന് പറയുന്ന സ്ഥലമാണ്. ഡിപ്പു കാർമി ഞങ്ങളെ ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ ആണ്. ഞാൻ അവിടെ താമസിക്കുന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് 7 മണിയായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ എന്റെ വീട്ടിലേക്ക് 2-3 അവിടുത്തെ ട്രൈബിൽപ്പെട്ട ആൾക്കാർ കയറി വന്ന് പറഞ്ഞു, പാസ്റ്ററെ കാണാനായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അവർ ആസാമീസിലാണ് ആസാമീസ് പറഞ്ഞ് എനിക്ക് മനസ്സിലായി, എനിക്ക് ആസാമീസ് ഭാഷ അറിയാം. അങ്ങനെ എന്നെ വിളിക്കാനിടയായി. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നിങ്ങൾ ആരൊക്കെ കാണാൻ വന്നത് ഇങ്ങോട്ട് എന്റെ റൂമിലോട്ട് വന്നാൽ നമുക്ക് ഇവിടുന്ന് കാണാമല്ലോ എന്ന് പറയുവാനിടയായി. അന്ന് എന്റെ വൈഫ് അവിടെ ഇല്ല, വൈഫ് നാട്ടിലോട്ട് വന്നു കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളത്. അപ്പൊ തന്നെ ഞാൻ താമസിക്കുന്ന ക്യാമ്പസ് എന്റെ കൂടെ താമസിക്കുന്ന മറ്റു പല സ്റ്റാഫുകളുണ്ട്. അവിടെ വേറൊരു മലയാളി ഫാമിലിയും ഉണ്ട്, പിന്നെ നേപ്പാളി, അങ്ങനെ ബോഡോസ്, അങ്ങനെ അവിടുത്തെ ജാതിപ്പെട്ട ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് പലരും. അന്ന് അവിടെ ബൈബിൾ കോളേജുമുണ്ട്. അങ്ങനെ ഞാൻ ആ റൂമിൽ ഇരിക്കുമ്പോൾ അവർ വരികയും അവർ പറയുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആരൊക്കെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, എന്റെ റൂമിലേക്ക് കടന്നു വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാമല്ലോ, കുഴപ്പമില്ല. ഞാൻ ഞങ്ങളുടെ മിഷന്റെ ആൾക്കാരെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അവരെയൊന്നും ഞാൻ അവിടെ വന്ന ശേഷം അതുവരെയും കണ്ടിട്ടില്ല. അവർ പുതിയ ആൾക്കാരെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഏതോ ഒരു സംശയം എന്റെ മനസ്സിൽ തോന്നാനിടയായി. ഞാൻ അങ്ങനെ നിന്നപ്പോ ഞങ്ങളുടെ ലോക്കൽ പാസ്റ്ററോട് ഞാൻ വിളിക്കാം എന്ന് ഞാൻ ഫോൺ എടുത്ത് പാസ്റ്ററെ വിളിക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി, ഞങ്ങളുടെ വീടിന്റെ വരാന്തയിലോട്ട് ഇറങ്ങി നിന്നപ്പോൾ ഇമാര് വെളിയിൽ പോയിട്ട് അവിടെ നിന്ന ആൾക്കാരെ കൂടെ ഒരുമിച്ച് വിളിച്ചു എന്റെ നേരെ വരുവാനിടയായി. ഞാൻ ഈ ഫോൺ ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ കൂടെ വന്ന ഒരു വ്യക്തി എന്റെ നേരെ തോക്കെടുത്ത് ചൂണ്ടിട്ട് പറഞ്ഞു, നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണം, അല്ലെ നിന്നെ ഇപ്പൊ വെടിവെച്ച് കൊല്ലുന്നു പറഞ്ഞു. ഞാൻ അമ്പരന്ന് പോയി, കർത്താവേ എന്താ ഇത്? ഞാൻ പലരെയും പിടിച്ചോണ്ട് പോയി 1-2 ദിവസം അതിനകം വെടിവെച്ച് കൊല്ലുന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ചിന്തകൾ എന്റെ മനസ്സിൽ പോകാനിടയായി. അങ്ങനെ അതിന് കൂട്ടത്തിൽ 3-4 പേരുണ്ടായിരുന്നു. 2-3 പേര് വന്നിട്ട് എന്റെ 2 കൈക്കും പിടിച്ചു. ആ തോക്കെടുത്ത് കൊണ്ട് എന്നെ പുറത്ത് തോക്ക് വെച്ചിട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് സന്ധ്യാസമയത്ത് അവിടുന്ന് ഇറങ്ങി. എന്റെ ഒരു 2
ഒരു ഫോൺ ഉണ്ടായിരുന്നു. സന്ധ്യാസമയത്ത് ഞാൻ അവിടുന്ന് ഇറങ്ങി എന്നെ ഞങ്ങളുടെ ക്യാമ്പസിന് വെളിയിൽ കൊണ്ടുവന്നു. അവിടെ ഒരു ജിപ്സി ഒരു വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ വണ്ടി എന്നെ കയറ്റി. അപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഡിമാപൂരിനും ആസാമിന്റെ ഇടയ്ക്ക് ഒരു ബോർഡർ സ്ഥലമാണ്. ഈ ബോർഡറിലാണെങ്കിൽ എല്ലാം വനമാണ്. ആസാമിന്റെ പകുതി സ്ഥലങ്ങൾ വനമാണ്, ഫോറസ്റ്റ് ഒത്തിരി ഉണ്ട്. ഈ വനത്തിലൊക്കെ ആനയുണ്ട്, മറ്റ് വലിയ മൃഗങ്ങളുണ്ട്. ഈ ആസാമിലെ വനത്തിലാണ് ഏറ്റവും കൂടുതൽ റൈനോസ് ഉള്ളത്. കജരംഗ എന്ന് പറയുന്ന വലിയൊരു ഏഷ്യയിലെ ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, അവിടെയാണ്. അപ്പൊ ആസാമിൽ വന്യമൃഗങ്ങൾ ഞാൻ പല സ്ഥലങ്ങളും കണ്ടിട്ടുണ്ടോ ഞങ്ങൾ വണ്ടി കയറി പോകുന്ന സമയത്ത്. അവര് എന്നെ വണ്ടിയിൽ കയറ്റിയിട്ട് ഒരു ചില സെക്കൻഡുകൾക്കകത്ത് തന്നെ ഒരു വനത്തിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോയി. വനത്തിനുള്ളിൽ കൊണ്ട് ചെന്നിട്ട് എന്നോട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച ദൈവമേ, ഇവിടെ വെച്ച് എന്നെ വെടിവെച്ച് കൊല്ലുവാൻ പോവുകയായിരിക്കും. ഇതിന്റെ അവസാനത്തെ നിമിഷങ്ങളാണെന്ന് എന്റെ മനസ്സിൽ പോലും ചിന്തിച്ചു പോയി. അങ്ങനെ എന്നെ ഈ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ഒരു മൃഗത്തെ കൊണ്ട് അവർ രണ്ടുപേരും കൂടി എന്നെ പിടിച്ച് അവിടെ വെളിയിറക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഫാദറിനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുക. അവരെന്നെ ഫാദർ എന്നാ വിളിച്ചു. ഫാദറിനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുക, 60 ലക്ഷം രൂപ ഒരു തരണം. ആ ലെറ്റർ നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ സ്റ്റാഫിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ച് അവരുമായിട്ട് നെഗോസിയേഷൻ ചെയ്യണം. 60 ലക്ഷം രൂപ തന്നില്ലേ, വിതിൻ 3 ദിവസം ഞാൻ പാസ് ഞങ്ങൾ വെടിവെച്ചു കൊല്ലും. അത് കേട്ട മാതിരി പകുതി ജീവനം പോയി. ഞാൻ ഇനി എന്തുമാകട്ടെ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ കൂടെ വന്ന 2-3 സഹോദരന്മാർ, ഒരുത്തൻ രണ്ടുപേര് മുന്നേ, ഒരാൾ പുറയിലെ, രണ്ടുപേരെ പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് വനത്തിലേക്ക് കൊണ്ടുപോകാനിടയായി. വനാന്തരങ്ങൾ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അവിടെയൊക്കെ വനമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഏതോ ഒരു വനത്തിനുള്ളിലേക്ക്. അപ്പൊ സന്ധ്യയായി, 7 മണിയായി. ഇവിടെ 5:30-6 മണിയാകുമ്പോഴത്തെ ഇരുട്ടാകും എല്ലായിടത്തും. വനത്തിനുള്ളിലേക്ക് എന്നെ കൊണ്ടുപോയി. അതിന്റെ 1-2 മണിക്കൂർ ഞാൻ വനത്തിനുള്ളിൽ കൂടെ നടന്നു. അവരെ എന്റെ കാലിൽ ചെരുപ്പൊക്കെ എവിടെയോ ഊരിപ്പോയി. അങ്ങനെ അവര് തോട്ടിൽ കൂടെ, വനത്തിൽ കൂടെ, വയലിന്റെ അറിവിൽ കൂടെ, ഇങ്ങനെ എല്ലാത്തിലൂടെ അതിൽ കൂടെ എന്നെ പിടിച്ചുകൊണ്ട് ഒരു വനത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഒരു കുടിൽ എന്നെ കൊണ്ടിരുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആൾക്കാർ വിതിൻ 3 ദിവസത്തിനകം അവർ വന്ന് ഞങ്ങളോട് നെഗോഷിയേറ്റ് ചെയ്യണം, ഞങ്ങളോട് സംസാരിക്കണം. സംസാരിച്ചില്ലെങ്കിൽ പാസ് ചെയ്ത് വിതിൻ 3 ദിവസത്തിനകം ഞാൻ വെടിവെച്ച് കൊല്ലും. എന്റെ ജീവൻ അങ്ങ് പോയി. അങ്ങനെ ഞാൻ അവിടെ ഇരിപ്പാനിടയായി. പലപ്പോഴും അവിടെ ഇരുന്ന സമയത്ത് അവർ എന്റെ കണ്ണ് കെട്ടി വെക്കുമായിരുന്നു, എന്റെ കൈ കെട്ടി വെക്കുമായിരുന്നു. അതൊരു വനമായിരുന്നു. വനത്തിനകത്ത് എന്നെ കൊണ്ടിരുത്തിയേക്കുന്നത്. ഒരു 2 ദിവസം ഞങ്ങൾ ഒരു ചെറിയ കൂടിനകത്ത് എന്നെ കൊണ്ടിരുത്തി. അതിനുശേഷം അവര് വനത്തിന്റെ പല കോർണറിലായിട്ട് പല സ്ഥലത്തായിട്ട് എന്നെ കൊണ്ടിരുത്താൻ തുടങ്ങി. ഞാൻ പലപ്പോഴും അവിടെ വെച്ച് കേട്ടിട്ടുണ്ട്, സാധാരണഗതിയിൽ അവർ അണ്ടർഗ്രൗണ്ട് ഒരാളെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാലുണ്ടല്ലോ 3 അല്ലെങ്കിൽ 4 ദിവസത്തിനകം അവർ ഫൈനലൈസ് ചെയ്യും, അത് സ്ക്രൂട്ടനൈസ് ചെയ്യും. അതായത് ഒന്നീ പൈസ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടുപോകുക, ഇല്ലെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുക. അവർ ഒത്തിരി ദിവസം പിടിച്ചോണ്ട് പോകുന്നവരെ ഒത്തിരി ദിവസം വെച്ചേക്കത്തില്ല. എന്റെ ഈ അനുഭവ സാക്ഷ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പാസ്റ്റേ ഒത്തിരി ഇൻഫർമേഷൻ അതിനകത്ത് കിട്ടും. പൊന്നച്ചൻ ജോർജ് കിഡ്നാപ്പ് ഇൻ ആസാം എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി ഡീറ്റെയിൽ അതിനകത്ത് ഉണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവിടെയൊക്കെയും ഹല്ലേലൂയ അങ്ങനെയൊക്കെ അവരുടെ കൂടെ ഞാൻ പല ദിവസം ഓരോ ദിവസവും എന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടിരുത്തുവാനിടയായി. ഏതാണ്ട് 7 ദിവസത്തോളം ഞാൻ അവരുടെ കൂടെ വനത്തിന്റെ പല ഭാഗങ്ങളിൽ എന്നെ കൊണ്ടിരുത്താനിടയായി. ഓരോ ദിവസവും എന്റെ ജീവിതത്തില് പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയ യോഹന്നാൻ അപ്പോസ്തലന്റെ അനുഭവമായിരുന്നു എന്റെ ജീവിതത്തിൽ. അവിടെ ആരും സംസാരിക്കാനില്ല. എന്റെ കൂടെ എപ്പോഴും ഒരുത്തനാണെങ്കിൽ തോക്കുമായിട്ട് എന്റെ അടുത്തിരിപ്പോണ്ട് 2 പേര് ഇങ്ങനെ വെളിയിൽ നിൽപ്പോണ്ട്. ആൾക്കാർ വെളിയിൽ ആരും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും, ഒരുത്തൻ വെള്ളമൊക്കെ കൊണ്ടുതരാനായിട്ട് തോട്ടിലുള്ള വെള്ളം കൊണ്ടുതരുമായിരുന്നു. ഇടയ്ക്ക് വില്ലേജ് കമാൻഡൊക്കെ പോയിട്ട് ഈ ഇവിടുത്തെ ബാമ്പുവിന്റെ കിളിപ്പ്, അതായത് മുളയുടെ കിളിപ്പൊക്കെ അവിടെ പുഴുങ്ങിക്കൊണ്ട് എനിക്ക് കഴിക്കാൻ തരുമായിരുന്നു. മരിക്കാനിരിക്കുന്ന വ്യക്തിക്ക് എന്തിനാ ആഹാരം. ഞാൻ ഓരോ ദിവസം ഞാൻ വേദനപ്പെടുവാനും ഭാരപ്പെടുവാനും കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പാസ്റ്റർമാരൊക്കെ എന്നെ ഒത്തിരി അവർ അന്വേഷിക്കുവാനിടയായി. ആ കാർമികങ്ങളോ വിപ്പു ഏരിയ അവരെ അറിയുന്ന ഡിസ്ട്രിക്റ്റുകളെല്ലാം അറിയുന്ന വനത്തിന്റെയും പല കോണറിൽ അവർ പോയി അന്വേഷിക്കുവാനിടയായി. 1 ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞു. ഈ 3 ദിവസം കഴിഞ്ഞപ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ ആർക്കും ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. അപ്പൊ അവർ പറയാനിടയായി, ഹമാരാ പാസ് ജിന്ദാ നെയ് ഹേ, അങ്ങനെ ഒരു കാര്യം അവര് പറയാനിടയായി. പാസ് ഇരിപ്പുണ്ടോ നമുക്കറിയത്തില്ല, പാസ് മരിച്ചിട്ടുണ്ടോ നമുക്കറിയത്തില്ല എന്ന് അവർ പോലും സംശയിക്കുവാനിടയായി.
അങ്ങനെ ഒത്തിരി പേര് ഏതാണ്ട് അന്ന് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ലീഡറാണ്. 5 ലക്ഷത്തിൽ പരം ഇമെയിൽ പലർക്കായിട്ട് അയച്ചു. പലരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങളെല്ലാം, ഞങ്ങളുടെ മിഷന്റെ പ്രവർത്തനങ്ങളെല്ലാം 3-4 ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. എന്റെ ജീവിതമാണ്, ഞങ്ങളുടെ ജീവിതം വനാന്തരങ്ങളിൽ അവിടെ ആയിരുന്നു. ഓരോ ദിവസം വൈകിട്ടമാർ വന്നിട്ട് എന്നോട് പറയും, നാളെ കൃത്യം 6 മണിക്ക് തന്നെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. ഹല്ലേലൂയ. ആ സമയത്തൊക്കെ ജീവിതത്തിൽ മരണത്തെ മുഖാമുഖമായി കണ്ട സമയങ്ങളായിരുന്നു. പൗലോസ് പറയുന്നുണ്ടല്ലോ, എനിക്കിനി ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവും മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞവരാണ്. അപ്രകാരം വലിയ വേദന ഇവിടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു. അവിടെ മരണത്തെ മുഖാമുഖമായി കണ്ട നിമിഷങ്ങളായിരുന്നു. എന്നാല് കൂടുതൽ സഹോദരങ്ങളൊക്കെ ഒത്തിരി അവര് സംശയിച്ചു, മരിച്ചു ജീവനോട് കൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതികൂലത്തിലൂടെ അവിടെ കടന്നു പോകാനിടയായി. ആ സമയത്ത് എന്റെ വൈഫൊക്കെ നാട്ടിലായിരുന്നു. അപ്പൊ നാട്ടിലായിരുന്ന സമയത്ത് എന്നെ ഡെയിലി ഞങ്ങൾ തമ്മിൽ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ 1-2 ദിവസമൊക്കെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി എന്തോ സംഭവിച്ചിട്ടാണ്. ആരും എന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പാസ്റ്റർ ഫോൺ ചെയ്യുന്നു, പറഞ്ഞു ഇതുപോലെ പാസ്റ്റർക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും വേഗം ഞങ്ങളുടെ പാസ്റ്ററെ വെളിയിൽ കൊണ്ടുവരാൻ പാസ്റ്റർ വരും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോഴേ വീട്ടുകാർക്കെല്ലാം ഒരു മരണവിട്ട പ്രകാരമാണോ ഒരു കാര്യം പ്രകാരമായി തീരുവാനിടയായി. അനേകര് എന്റെ സഹോദരങ്ങളൊക്കെയാണ് എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി. അവര് ഒരു മരണവീട്ടിൽ സംഭവിക്കുന്ന ആ നിലയിൽ തന്നെ അവര് ആള് വരുമോ ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ അവര് ഭയപ്പെടുവാൻ പ്രാർത്ഥിക്കുവാനിടയായി. എന്റെ ജീവിതത്തിലും അത് വലിയൊരു അനുഭവമായിരുന്നു. ഞാനും തിരിച്ചു വരുന്ന ഒരിക്കലും ചിന്തിച്ചൊരു വ്യക്തിയല്ല. ഞാന് അങ്ങനെ ഓരോ ദിവസം കഴിയുന്ന 4 ദിവസം 5 ദിവസം 6 ദിവസമൊക്കെ ആയപ്പോ എന്റെ ശരീരത്തിൽ വേദനയായി. പലപ്പോഴും അവര് മരത്തിന്റെ ഉള്ളിൽ കൊണ്ടിരുത്തിയിട്ട് എന്റെ കൈ രണ്ടും പിടിച്ച് പുറകോട്ട് വെച്ച് മരത്തിന്റെ പുറകെ വെച്ച് കെട്ടി വെക്കുമായിരുന്നു. കാരണം ഓടി പോകാതിരിക്കാനോ എന്തൊക്കെയോ ചിന്തിച്ചിട്ട്. അപ്പൊ ഈ ചെറിയ മരത്തിന്റെ മൂട്ടി കൊണ്ട് വെച്ചിട്ട് അതിനെ പുറകോട്ട് കെട്ടി ഇരുത്തുമായിരുന്നു. അങ്ങനെ മണിക്കൂറുകളോളം ഇരിക്കുമ്പോൾ എന്റെ ശരീരത്തിനെല്ലാം വേദനയായി. അന്ന് വരെ കുളിക്കോ നനയ്ക്കോ നല്ല ആഹാരം കഴിക്കോ ഒന്നും ചെയ്യാതെ നല്ലപോലെ ഉറങ്ങാതെ അങ്ങനെ പലപ്പോഴും കൈയും കാലും ഒക്കെ കെട്ടിവെക്കുകയും അവരെന്നെ ഒത്തിരി തണുപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു പോയി. ഞാൻ ശാരീരികമായി ഒത്തിരി തളർന്നുപോയി. ഞാൻ മരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പൗലോസ് പറഞ്ഞ പ്രകാരം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു മരിക്കുന്ന ലാഭം, എനിക്ക് മരണം മതി, കർത്താവ്യ മരിക്കാൻ ഞാൻ റെഡിയാണെന്ന് പറയാനിടയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ്യ ദൈവത്തിലേക്ക് നമുക്ക് തന്നെ ആസാമിൽ കൊണ്ടുവന്നിട്ട് കർത്താവ്യ അത് അപ്രകാരമാണെങ്കിൽ അത് തന്നെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ഈ സമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, മരണകരമായ അവസ്ഥയിൽ കടന്നുപോയാൽ നമ്മെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. മരണത്തിന്റെ അനുഭവം ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും പലകാലം അല്ലെങ്കിൽ വേദനയിൽ കൂടെ മരണകരമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ മരണത്തിൽ നിന്ന് നമ്മെ വെടിവെക്കുന്ന, ഹല്ലേലൂയ, കൂറിൽ താഴ്കൂടെ കടന്നു പോയാലും ഹല്ലേലൂയ അതിനെക്കൊന്നും തന്നെ സംഭവിക്കുകയില്ല, അതിനെ വെടിവെക്കുന്ന ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. പത്മോസ് ദ്വീപിൽ ഹല്ലേലൂയ യോഹന്നാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ അതിന്റെ മധ്യയും സ്വർഗ്ഗദൂതന്മാർ ഇറങ്ങി അവിടുന്ന് വെടിവെച്ചെങ്കിൽ ഹല്ലേലൂയ ഞാൻ 5-6 ദിവസം 6 ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ഒത്തിരി ക്ഷീണിതനായി. 6ാമത്തെ ദിവസം ഹല്ലേലൂയ ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും പ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ, ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടപ്പോഴും സിംഹങ്ങളുടെ വായ അടച്ച കർത്താവ്, സ്തോത്രം, ഇടുന്നതിന് മുൻപേ വന്ന സിംഹങ്ങളുടെ വായ അടച്ച കർത്താവ് ജീവനുള്ള ദൈവമാണെങ്കിൽ ഞാൻ ഇരിക്കുന്ന ഈ വനാന്തരങ്ങളിൽ ഇറങ്ങി കർത്താവെ ഒരു വിടുതൽ പ്രവർത്തിക്കണം എന്ന് പറയുവാനിടയായി. സദ്രക്ക് മേശക്കനെ അബേദ്നെഗോവിനെ ഹല്ലേലൂയ തീച്ചൂളയിലിട്ടപ്പോൾ 4ാമനായി ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഈ വനാന്തരങ്ങളിൽ ഞാൻ അടിക്കുന്ന സ്ഥലത്ത് ഇറങ്ങി വന്ന് അടിയെ വെടിവെക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും ആ സമയത്ത് അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അനേകരുടെ പ്രാർത്ഥന അവിടുന്ന് അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം കേൾക്കുവാനിടയായി. അല്ലെങ്കിൽ അങ്ങനെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെയുള്ള ഒരു വ്യക്തി അന്ന് വരെയും അവനാണെങ്കിൽ അതിന്റെ ലീഡറാണ്. എന്റെ കൂടെ അവർ 3 പേരാണ് എന്റെ കൂടെ ഇരുന്നത്. ഈ 3ാമത്തെ ആ ലീഡർ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ് എന്തിനാ കരയണ്ട, അന്ന് വരെയും തന്നെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞ ആ സഹോദരൻ പറയാനിടയായി.
പാസ്റ്ററെ വിഷമിക്കണ്ട, പാസ്റ്റർ വിഷമിക്കണ്ട, കരയേണ്ടെന്ന് പറയാനിടയായി. അന്ന് വരെ അവൻ പറയുന്നത് ഈ പൈസ തന്നെ വെടിവെച്ച് കൊല്ലും, അവരെ ഈ തോക്കിരിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആരും കാണുന്നില്ല, ആരും ചോദിക്കാനില്ലല്ലോ. അപ്പൊ അവൻ അന്ന് എന്നോട് വന്ന് പറയാണ്, പാസ്റ്ററെ കരയണ്ട, അന്ന് വരെ ഇതിനെ വെടിവെച്ച് കൊല്ലുന്ന ആ മനുഷ്യൻ എന്ന് പറയാണ് നിന്നോട് നീ കരയേണ്ടെന്ന്. സ്തോത്രം. എന്റെ നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മുടെ മധ്യ ഇറങ്ങി വന്ന് നമ്മൾ പറയുന്ന ഒരു ദൈവമുണ്ട്, നീ കരയേണ്ട, നിന്നെ വെടിവെക്കുന്ന ദൈവം. ഞാൻ പറഞ്ഞത് ഇത് നീ പറഞ്ഞാൽ അതിനെ കൂടെ എന്റെ ദൈവം അറിയിച്ചതാണെന്ന് ഞാൻ പറയാനിടയായി. അപ്പൊ അവൻ എന്നോട് ചോദിക്കാനിടയായി, എന്താ പാസ്, എന്തിനാ പ്രാർത്ഥിച്ചത്, പല കാര്യം എന്നോട് ചോദിക്കുവാൻ, അവരെന്നോട് പരിചയപ്പെടുവാനിടയായി. അവന് ചെറുപ്പക്കാരൻ പയ്യനാണ്. അവൻ പറയാ, ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നതല്ല, ഇവരെന്നെ പിടിച്ചോണ്ട് വന്നതാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കാനൊക്കെ പോയിരുന്ന സമയത്ത് ഈ ഗ്രൂപ്പുകാരനെ വന്ന് പിടിച്ചോണ്ട് വന്നതാണ്. സ്തോത്രം. അവന്റെ അപ്പനും അമ്മയും ആരാണ്ടൊക്കെ ഇവിടെ ട്രൈബൽ തമ്മിൽ യുദ്ധം ഉണ്ടാകും. ഈ ട്രൈബലും കാർഗിയും പിന്നെ ഇവിടുത്തെ ദിമാസ അങ്ങനെ പല ഗ്രൂപ്പുകൾ തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവർ വന്ന് വീടുകൾ കത്തിക്കുകയും അവിടുത്തെ ആണുങ്ങളെയൊക്കെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ അമ്മമാരെ വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഏതോ ഒരു യുദ്ധത്തിൽ അവന്റെ അപ്പനും അമ്മയും നഷ്ടപ്പെട്ടു പോയി. അവനെ വളർത്തിയത് അവന്റെ അമ്മാവനാണ് വളർത്തിയത്. അതിനുശേഷം അവൻ എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്താണ് അവൻ ഇത് സംഭവിച്ചത്. ആ സമയത്ത് അവൻ പറയാറ്, പാസെ എന്നെ ഇവിടുന്ന് വെടിവെക്കണം, അവൻ അങ്ങനെയൊക്കെ പറയാനിടയായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടില്ല. അങ്ങനെ 6ാം ദിവസം രാത്രി വൈകിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു. അവൻ കുടിക്കാനൊക്കെ വെള്ളം കൊണ്ടുവന്നു. ഞാൻ മരിക്കാനിരിക്കുന്ന വ്യക്തിക്ക് കുടി കഴിക്കണമെന്നോ കുടിക്കണമെന്നോ നയിക്കണമെന്നോ ഒന്നും ചിന്തയില്ലല്ലോ. നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ കർത്താവേ എന്റെ ഇടവെങ്കിൽ ഞാൻ എന്നെ തന്നെ മരണത്തിനായി ഏൽപ്പിച്ചൊരു വ്യക്തിയാണ്, മരണത്തെ മുഖമുഖമായി കണ്ടൊരു വ്യക്തിയാണ്. അങ്ങനെ ഞാൻ 6ാമത്തെ ദിവസം അവിടെ ഇരുന്നപ്പോൾ ഈ വ്യക്തി വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസെ ഞങ്ങള് കൊണ്ടുവിടാൻ പോവാ. അവൻ പറഞ്ഞു, അവനാണെന്ന് പറഞ്ഞു, പാസ് കരയണ്ട, പാസ് ഞങ്ങൾ വെടിവെച്ച് കൊല്ലത്തില്ലെന്ന് പറഞ്ഞു. 6ാം ദിവസം പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്ന് ഏതാണ്ട് രാത്രി 1-2 മണിയൊക്കെ ആയപ്പോൾ അവൻ എന്റെ അടുത്തേക്ക് വന്നു. എന്നോട് പറഞ്ഞു എണീക്കാൻ പറഞ്ഞു. അവിടെ തന്നെ അവന് ഒരു ടോർച്ചിന്റെ വെട്ടത്തിൽ തന്നെ, ഒരു മൊബൈൽ ടോർച്ചിന്റെ വെട്ടത്തിൽ തന്നെ അവിടുന്ന് പിടിച്ച് ഞങ്ങളുടെ അവിടുന്ന് 1-2 മണിക്കൂർ ഞാൻ നടന്ന് മരത്തിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഒരു വില്ലേജിനടുത്ത് കൊണ്ടുവന്ന് അവിടെ നിർത്തിയിട്ട്, ആ സമയത്ത് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവര് ഞങ്ങളുടെ ഈ സ്ഥലത്തുള്ള ടിപ്പു കാർഗികുളം ഏരിയയിലുള്ള ടിവിയിലെ ന്യൂസ് പേപ്പറില് അങ്ങനെ പല ന്യൂസുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഈ ന്യൂസൊക്കെ വെളിയോട്ടൊന്നും വന്നില്ല. ഇവിടെയാണ് കൂടുതലും അത് ടിവിയിലും മറ്റേ ഇവിടുത്തെ ലോക്കൽ ചാനലിലും ഇവിടുത്തെ ന്യൂസ് പേപ്പർ എല്ലാം ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ പോലീസുകാർ വരെയും അന്ന് ഡൽഹിയില് ഈ AK ആന്റണി സാറാണ് അന്ന് ഡിഫൻസ് മിനിസ്റ്റർ. ഈവൻ ആർമി ഓപ്പറേഷൻ വരെ അവർ പ്ലാൻ ചെയ്തെന്നൊക്കെ കേൾക്കാനിടയായി. അപ്പൊ അവിടെ അവരോട് ഇൻഫർമേഷൻ കൊടുത്തായിരുന്നത്. അങ്ങനെയൊക്കെ വരുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം ആർമി വരുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ വെടിവെച്ച് വന്നിട്ട് അമ്മാരന്മാരെ പാട്ടിൽ പോയായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചുകൂടായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതകരമായി അന്ന് ആ സന്ധ്യാസമയം അവിടുന്ന് വെടിവെക്കുവാനിടയായി. ഈ 7 ദിവസം ഞാൻ അവരോട് ആയിരുന്ന സമയത്ത് ഓരോ ദിവസം കൊല്ലും, നിന്നെ വെടിവെച്ച് കൊല്ലും, നിന്റെ പിന്നെ ആ കൂട്ടത്തിൽ അവിടെ തന്നെ വേറെ പലരും വരുവാനിടയായി. ഈ വേറെ പലരും വന്നിട്ട് വേറെ അവിടുത്തെ അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ്, അതായത് നാഗാലാൻഡിൽ നിന്നുള്ള അണ്ടർഗ്രൗണ്ട് ഗ്രൂപ്പ് ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് ഞങ്ങളെ എന്നെ പിടിച്ചോണ്ട് പോകാൻ തുടങ്ങിയായിരുന്നു. എങ്കിൽ തന്നെ ദൈവം അവിടെ നിൽക്കുകയും വെടിവെക്കുവാനിടയായി. ആ 7 ദിവസത്തെ അനുഭവം എന്ന് പറയുന്നത് ഒരു വലിയ അനുഭവമാണ് എന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എന്നാൽ ഈ 7ാം ദിവസം സന്ധ്യാസമയത്ത് അവർ വന്നിട്ട് തന്നെ ഒരു മൊബൈലിന്റെ ടോർച്ച് കൊണ്ട് എന്നെ വട്ടം കാണിച്ച് അവിടെ നേരെ ഒരു വില്ലേജിനടുത്ത് കൊണ്ടു നിർത്തി. അവിടെ 2 മണിക്കൂറുകൾ നിന്നപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ചിലർ അവിടെ വണ്ടി കൊണ്ട് വന്ന് എനിക്ക് വേണ്ടി നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് കൊണ്ടെന്നെ ഹാൻഡ് ഓവർ ചെയ്യുവാനിടയായി. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുവാനിടയായത്. ഒരിക്കലും അവിടുന്ന് തിരിച്ചു വരുവാൻ ഞാൻ ചിന്തിച്ച വ്യക്തിയല്ല. മരണകരമായ ഏത് അവസ്ഥയിൽ നിന്ന് നമ്മെ വെടിവെക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൂട്ടം സഹോദരങ്ങൾ എനിക്ക് വേണ്ടി, അനേക ദൈവദാസന്മാർ, അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി രാവും പകലും ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കുവാനിടയായി. എങ്ങനെയെങ്കിലും ഈ ദൈവദാസനെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ അനേകം പ്രാർത്ഥിക്കുവാനിടയായി. ഇതുപോൽക്കാൽ നിങ്ങളുടെ മതിയായിരിക്കുന്നത് എനിക്ക് തന്നെ ഒരു 2ാമത്തെ ജീവിതമാണ്. ഇതുപോൽക്കാൽ നിങ്ങളുടെ മതിയായിരിക്കുന്നത് ദൈവം എന്നെ അവിടുന്ന് വെടിവെച്ചത് കൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വെടിവെക്കുന്ന നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ കസ്തതയിൽ നമ്മെ വെടിവെക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതിനുശേഷം 2012 ഞാൻ ഇവിടെ നിന്ന് ആസാമിൽ പ്രവർത്തിക്കുന്നതിന്റെ മനസ്സിൽ വെച്ചായിരുന്നു. ആസാമിലെ നോർത്ത് ഈസ്റ്റിലെ ഒരു സ്റ്റേറ്റിൽ വന്ന് ഇനി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് നാട്ടിൽ പോയി ശേഷം ഞങ്ങളുടെ മിഷൻ തന്നെ എന്നെ ജാർഖണ്ഡിലേക്ക് തന്നെ അയക്കുവാനിടയായി. ജാർഖണ്ഡ് അയച്ച സമയത്ത്
ഞാൻ അവിടെ നിന്ന് 1-2 വർഷം പ്രവർത്തിക്കാനിടയായി. അതിനുശേഷം വേറെ 1-2 മിഷൻ, ഞാൻ പല മിഷന്റെ പ്രവർത്തനത്തോടെ പല മിഷനോടുകൂടെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഭോപ്പാലുള്ള CFI എന്ന് പറഞ്ഞ കെയറിംഗ് ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ മിഷന്റെ കൂടെ പ്രവർത്തിക്കുവാൻ കുറച്ചു നാളിടയായി. അതായത് 2017 മുതൽ 2014 മുതൽ 2017 വരെയുള്ള സമയങ്ങൾ ഞാൻ അവിടെ ഭോപ്പാലിൽ ഭോപ്പാലിൽ പ്രവർത്തിക്കുവാൻ എനിക്കിടയായി. ആ സമയത്ത് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും അവരുടെ മിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയത്തും പല സ്ഥലങ്ങളിലേക്ക് പോകാനും പല സ്ഥലം പ്രവർത്തിക്കാനൊക്കെ ഇടയായി. അവിടെ ഇരിക്കുന്ന സമയത്തും ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കും. പിന്നെ തിരിച്ച് ആസാമി വരും, ആസാമി പോകും എന്നുള്ളൊരു വലിയ ഒരു ദൈവാത്മാവിന്റെ ഒരു പ്രേരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഭോപ്പാലായിരിക്കുന്ന സമയത്ത് അവിടെയുള്ളൊരു ചർച്ചിൽ ഞാൻ പോവുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർ 21 ദിവസം ഉപവാസ പ്രാർത്ഥന അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാനും ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥന അവിടെ പോയി പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായി. ആ ദിവസങ്ങളിൽ 2-3 ദിവസം അടുപ്പിച്ച് അവരുടെ ദേവദാസന്മാർ അവിടെ വരികയും അവര് മുഖാന്തരം എനിക്കൊരു ആലോചന, എന്നോട് പറഞ്ഞ ആലോചന, പാസ്റ്റേ നേരത്തെ പാസ് ആയിരുന്ന സ്ഥലങ്ങളിലേക്ക് പാസ് അയക്കും, ആ സ്ഥലങ്ങളിൽ പാസ് പോയി ശുശ്രൂഷ ചെയ്യും, പല മിഷനു വേണ്ടിയുള്ള നേതൃത്വം നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെയുള്ള പ്രവചനം 1-2 പാസ്റ്റർമാരോട് ഇടയായി. ആ സമയത്താണ് ദൈവന്മാരോട് ചില കഠിനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെയും എനിക്ക് ആസാമിലേക്ക് കടന്നു വരുവാൻ എനിക്കൊരു അവസരം ലഭിക്കുവാനിടയായി. അങ്ങനെ ആസാമിൽ പിന്നെയും കടന്നു വരാൻ ഗോഹട്ടി കടന്നു വന്നു. ഗോഹട്ടി വന്നതിന് ശേഷം ഞാൻ ബോഡോലാൻഡ് ഏരിയയിലേക്ക് കടന്നു വന്നു. അവിടെ ഭൂട്ടാൻ ബോർഡറിലൊരു 3-4 വർഷം ഒരു സെക്ഷനോട് ബന്ധത്തിൽ പ്രവർത്തിക്കുവാനിടയായി. അതിനുശേഷം ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ബോംഗേഗാവ് ബോഡോലാൻഡ് ഈ കൈവിട്ടിടയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. ദൈവമക്കൾ ഇത്രത്തോളം ദൈവാത്ഭുതകരമായി ഇവിടെ വന്ന് ഈ സ്ഥലത്ത് വന്ന് ബോഡോ ജാതിക്കാരിടയ്ക്കാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ മറ്റ് നേപ്പാളി, ആദിവാസി, പിന്നെ ബീഹാറീസ്, ബംഗാളി, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, പിന്നെ രാജവംശി, അങ്ങനെ ഒത്തിരി ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ഇവിടെയുണ്ട്. അവരുടെ ഇടയ്ക്കാണ് ഞാനിപ്പോ പ്രവർത്തിക്കുന്നത്. അതിനോടകത്ത് കഴിഞ്ഞ വർഷം ഈ വർഷം ആദ്യം തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ മാരേജ്, 2 പേരുടെ മാരേജ് നടക്കുവാൻ കർത്താവ് അത്ഭുതകരമായി. ഞാൻ എന്റെ മോന്റെ മാരേജ് നടത്താനാണ് ഞാൻ പോയത്. മാരേജിന്റെ കാര്യമൊക്കെ ഫിക്സ് ആയി. മോന്റെ കാര്യം നടക്കട്ടെ എന്ന് ചിന്തിക്കുന്നു നാട്ടിൽ തിരികെ. അപ്പോൾ തന്നെ മോക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വരുന്നു. മോടെ കാര്യം ചിന്തിച്ചിട്ടേയില്ല. കാരണം മോടെ 2 പേരുടെ മാരേജ് നടക്കണമെങ്കിൽ നല്ലൊരു സാമ്പത്തികമായ ബാധ്യത ഉണ്ടാവുമല്ലോ. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് മോക്ക് വേണ്ടി ഒരു പ്രപ്പോസൽ വരികയും അതൊരു പാസ്റ്റർമാനാണ്. അങ്ങനെ വലിയ അവർ കഷ്ടപ്പെടുകയും എന്നാൽ അവര് ആ സമയത്തേക്ക് അവരുടെ നാട്ടിൽ വരുന്നുണ്ട്. ജനുവരി മാസത്തെ തന്നെ നടത്തണമെന്ന് അവർ പറയാനിടയായി. അപ്പൊ ഞങ്ങൾ ഒത്തിരി വിഷമിച്ച് കർത്താവ് എന്ത് ചെയ്യുന്നു, കർത്താവിന് വേറെ ചെയ്തിട്ട് വിസ പോലും കഴിയില്ലാതെ ഞാൻ അവിടെ പോയത്. അങ്ങനെ ഒത്തിരി പ്രാർത്ഥിക്കാനിടയായി. ഇപ്പം അങ്ങനെ പ്രാർത്ഥിക്കുകയും ചില പൈസ ഞങ്ങൾക്ക് അവിടെ കിട്ടുവാനിടയായി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ 2 പേരുടെ മാരേജ് കഴിഞ്ഞിടയ്ക്ക് നടക്കുവാനിടയായി. സ്തോത്രം. ഈ ദിവസങ്ങളായി ഈ ആസാമിലെ ബോഡോല തീവ്രവാദികൾ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇന്നും അവർ തീവ്രവാദികൾ ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് ഇവിടേക്ക് ഉണ്ട്. അവർ മറ്റേ ആയുധങ്ങൾ താഴെ വെച്ചതേ ഉള്ളൂ. അവർക്ക് വെപ്പവഴങ്ങൾ എടുക്കാതെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ആയിരിക്കുന്നത്. ഇവിടുത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് ദേവാസൻ അനുവദിച്ചെന്ന ഈ നല്ല അവസരത്തിൽ ഞാൻ എന്റെ ദേവാസനോട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ തന്നെ ജോയ്സ് TV വലിയ ഇതിനുള്ള പ്രവർത്തനം വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ, ഞാനിവിടെ എന്റെ വൈഫും ഞാനും ആയിരിക്കുന്നു, ഞങ്ങളുടെ ഇവിടെ പ്രവർത്തനത്തിൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കും, വലിയ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ പാസ്റ്റർ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലെ ഈ നമ്മുടെ തീവ്രവാദികളുടെ കയ്യിൽ അകപ്പെടുക എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഇതിനായിട്ട് കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ പലരും അകപ്പെടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു മനുഷ്യനെ ഇന്നുവരെ തൂക്കുധാരിയായിട്ട് മുമ്പിൽ കണ്ടിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ 1-ലധികം പ്രാവശ്യം അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും മരണകരമായ അനുഭവത്തിലൂടെ 1-ലധികം ദിവസങ്ങൾ പ്രാണഭയത്തോടുകൂടെ കഴിഞ്ഞുകൂടേണ്ട സാഹചര്യം, അത് ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന്റെ തീവ്രത മനസ്സിലാക്കാനും അത് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. എന്നാൽ അവിടെയാണ് പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ മനസ്സിലാക്കുക. സ്വന്തം ഭവനത്തിൽ ഒരു ഫ്യൂണറൽ സർവീസിന്റെ ഒരു പ്രതിനിധി ഉളവാകുമ്പോൾ
മറുസൈഡിൽ പ്രാർത്ഥനയുടെ ശക്തിയുടെ ബലം ശത്രുക്കളെ മിത്രമാക്കി അവിടുന്ന് രക്ഷിച്ച് ആക്കേണ്ട ഇടത്ത് ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്ന് പത്രോസിനെ എത്തിച്ചതുപോലെ എത്തിച്ചവനായ ഒരു സ്വർഗത്തിലെ ദൈവം. ഞാൻ വിശ്വസിക്കുന്നു ആ തീവ്രവാദി സംഘത്തിൽ നിന്ന് ആ പയ്യൻ ഒരുപക്ഷെ ദൈവദൂതന്റെ നിലയിലായിരിക്കും അവിടെ നമ്മളോട് ഇടപെടുവാനും ദൈവം ഒരുപക്ഷെ അങ്ങനെ ചെയ്തതായിരിക്കും. തന്റെ ദാസന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴികൾ. മുമ്പോട്ട് നോക്കുമ്പോൾ തീ കുരുത്തത് വെയിലത്ത് വാടുമോ എന്ന് ചോദിച്ചു അതുപോലെ ഇങ്ങനൊരു പഴമൊഴിയുണ്ട്. ഞാനത് ഉപയോഗിക്കുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. ഇനി ജീവിതത്തിൽ എന്തെല്ലാം വേദനകളുടെ അനുഭവങ്ങൾ വന്നാലും ഈ കടന്നുപോയ വഴികളൊക്കെ ഓർക്കുമ്പോൾ ഇതൊക്കെ വെറും നിസ്സാരം. കർത്താവിന് വേണ്ടി ഈ തീവ്രവാദികളുടെ മണ്ണിൽ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഇനിയും ദൈവം ഉപയോഗിക്കുന്നു. ദീർഘവർഷങ്ങൾ കർത്തൃവേല ചെയ്തു കുഞ്ഞുങ്ങളുടെ വിവാഹം എങ്ങനെ നടക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടെടുത്തു. ഒരു പ്രപ്പോസലിന് പോലും വയ്ക്കാതെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് വഴികൾ ഒരുക്കുന്നത്. നമ്മുടെ ഈ ആയുസ്സിൽ ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം നമുക്കതൊരു വലിയ ഭാഗ്യമാണ്. ഒന്നുമില്ലെങ്കിലും നോർത്തിന്റെ മണ്ണിൽ എല്ലാം ഉള്ളവരെ പോലെ ഇന്നും ദൈവം നമ്മെ നിലനിർത്തും. ആ ദൈവത്തിന് ഈ പകലിൽ നന്ദി പറയുവാനല്ലാതെ അവന്റെ മുമ്പിൽ കണ്ണുനീരൊടുക്കുവാനല്ലാതെ മറ്റൊന്നും നമുക്ക് പറയുവാൻ. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മതിനെ സമർപ്പിക്കാൻ കർത്താവിന്റെ ദാസനെ കുടുംബത്തെ ഇനിയും ദൈവം ആ മണ്ണിൽ ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇന്ന് ഈ പൽക്കാലം ജോയ്സ് ടി.വി. ചാനലിലൂടെ കർത്താവെ സന്നിധായിരിക്കാൻ കർത്താവിയായി സ്തോത്രം. ഈ ജോയ്സ് ടി.വി. ചാനലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെ കേൾക്കുന്നതായ അനേക സാക്ഷ്യങ്ങൾ, അനേക ജീവിതങ്ങളിൽ ഉളവാക്കുന്നതായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവിന്റെ ശേഷദാസിയും കർത്താവദാസൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം. അവരുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. നമ്മൾക്കാലം വേഴയും ഈ ചാനൽ കൊണ്ടുവന്ന പ്രകാരം സാക്ഷ്യം ഷെയർ ചെയ്ത് കർത്താവ് നൽകിയ സഹായിച്ച കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെകളായി ഞങ്ങളെ കാസൂക്ഷിക്കാൻ പരിപാലിക്കുകയും ചെയ്യണം. ദൈവങ്ങളുടെ മഹത്വമാണ് വെളിപ്പെടുന്ന കർത്താവെ. ദൈവങ്ങളെ അങ്ങ് ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എങ്കിൽ തന്നെ അത് ഞങ്ങളോട് നിറവേറുവാൻ ഞങ്ങളെ തന്നെ കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. തിരുനാമം മഹത്വം എടുക്കും. അവിടുന്ന് വലിയ കൃപകളെ കൊണ്ട് കർത്താവ് അറിയിക്കണമേ. ഈ ജോയ്സ് ടി.വി.ക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതിലൂടെ ദൈവമഹത്വം അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ, അനേകരിലേക്ക് എത്തിക്കുവാൻ കർത്താവെ അവരോട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുനാമം മഹത്വം എടുക്കും. അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യാം. യേശുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ.